ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ എല്ലാവരും ജോയിൻ ആയിക്കൊണ്ടുണ്ട്. എനിവേ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് അനലൈസ്, അതുപോലെ പിന്നെ നമ്മുടെ പഴയ ബാച്ചിലുള്ള കഴിഞ്ഞ കുറച്ച് ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ള നിലക്കാണ് നമ്മളിങ്ങനെ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിവേ, എല്ലാവരും ന്യൂസ് കാര്യങ്ങളൊക്കെ അവെയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ കറന്റ് റീജിയണൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആസ് എ ട്രേഡർ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ അവെയർ ആയിരിക്കും എന്ന് കരുതാണ്. നമ്മൾ ജസ്റ്റ് ഫോറക്സ് ഫാക്ടറിയിലുള്ള നമ്മൾ കാണുന്ന US ഡോളറിന്റെ നോർമൽ ന്യൂസസ് അല്ലാതെ നമ്മൾ പുറത്തുള്ള കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് അത് നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ന്യൂസ് കാര്യങ്ങളൊക്കെ എല്ലാവരും അവെയർ ആകുന്നുണ്ട് എന്ന് കരുതാണ്. ഓക്കെ, അത് അവെയർ ആകാത്തവരാണെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ജസ്റ്റ് ചെറിയ നമ്മൾ നോർമലായിട്ട് വരുന്ന ന്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും? ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കാരണം ആ ന്യൂസിന്റെ എഫക്റ്റ് എന്തായാലും നമുക്ക് മാർക്കറ്റിൽ, ഇത് ഗോൾഡ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ വീക്ക് മാർക്കറ്റിൽ 3994 വരെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 4116 ആ ഒരു റേഞ്ചിൽ അപ്പിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഇടയിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വീക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പിന്നെ ഇൻസ്റ്റയിലുള്ള റീൽസിലും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ടാവും. FOMC ന്യൂസ് ഉണ്ട്, FOMCന്റെ പ്രസ് കോൺഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മാർക്കറ്റിൽ നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവാനുള്ള, ട്രെൻഡ് മാറ്റാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ FOMC എന്നുള്ളത് ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള ന്യൂസ്, ഈ FOMC വരുന്ന സമയത്ത് പൊതുവെ നമ്മൾ പറയാറുണ്ട് അത് യെല്ലോ ആണെങ്കിലും റെഡ് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും. ഇപ്പൊ റെഡ് ആണ് നല്ലൊരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവുക, പക്ഷെ ഓറഞ്ച് ആണെങ്കിൽ യെല്ലോ ആണെങ്കിലും FOMC ആണെങ്കിൽ അത് മാർക്കറ്റിൽ നല്ലൊരു പിന്നെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ പലരും ചോദിക്കും അത് സാർ അത് അപ് ട്രെൻഡിലേക്കാണോ പോവുക ഡൗൺ ട്രെൻഡിലേക്കാണോ പോവുക എന്നുള്ളത്. അത് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി എന്നുള്ളത് അവരിപ്പോൾ പ്രസ് കോൺഫറൻസ് വെക്കുമ്പോൾ അവരെന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അവരെന്താണ് റിവീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആഫ്റ്റർ ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ കോൺഫറൻസിന് ശേഷം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, 100% ഇത് ഇന്ന പൊസിഷനിലേക്കാണോ പോവുക അല്ലെങ്കിൽ 100% ഇത് ഇന്ന പോയിന്റിലേക്കാണ് പോവുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. ഇപ്പോൾ കറന്റ്ലി ഉള്ള റീജിയണൽ ഇഷ്യൂസ് ചെറുതായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹോർമൂസ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ള ന്യൂസസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. പക്ഷെങ്കിൽ അത് ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ ഏഹ്, ഏഹ്, തീർത്തും നമുക്ക് അടിസ്ഥാനരഹിതാണ് എന്നുള്ളത്. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആയിട്ടില്ല, അതിന്റെ ഡീല് കാര്യങ്ങളൊന്നും ഒപ്പുവെച്ചില്ല എന്നുള്ളത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, സ്റ്റിൽ ക്ലോസ്ഡ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഞാൻ ഏതോ ഒരു മലയാളം ചാനൽ ന്യൂസിൽ കണ്ടിരുന്നു, പിന്നെ ഇങ്ങനെ അറ്റാക്ക് നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇറാനെ നശിപ്പിക്കരുത് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് ട്രംപിന്റെ ഭാഗത്ത് ഇറാൻ ആവശ്യപ്പെട്ടു എന്നുള്ള ട്രംപിന്റെ ഒരു ന്യൂസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഏതോ ഒരു ന്യൂസ്. പക്ഷെങ്കിൽ അതും ശരിയല്ല, കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ന്യൂസ് ഇപ്പം വന്നിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ന്യൂസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫോറക്സ് ഫാക്ടറിയിൽ കോമൺ ന്യൂസ് നമ്മൾ കലണ്ടർ എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ വീക്ക് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ കിട്ടുക. അതല്ലാതെ അതിന്റെ ഇപ്പുറം തന്നെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് വരുന്ന റീജിയണൽ ന്യൂസുകൾ, ഇപ്പോൾ വാർ റിലേറ്റഡ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ട്രംപിന്റെ സ്പീച്ചുകൾ അല്ലെങ്കിൽ ആള് എവിടുന്നെങ്കിലും പറയുന്ന ഓരോ പോയിന്റുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ബാധിക്കും. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ തൊട്ടിപ്പുറത്ത്. അതിൽ എന്തുണ്ടാവും, ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ജസ്റ്റ് എടുത്ത് നമ്മളൊന്ന്
നോക്കുന്നത് എന്തായിരിക്കും? നമുക്ക് മൺഡേ മാർക്കറ്റ് ഓപ്പണിംഗ് എന്താണ് സംഭവിക്കുക എന്നല്ലെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് അവെയർ ആവാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മൾ ഫോറക്സ് ഫാക്ടറി ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ സാധാരണ നമുക്ക് മൺഡേ ന്യൂസസ് കുറവായിരിക്കും. സാധാരണ അങ്ങനെ ന്യൂസ് ഉണ്ടാവാറില്ല. പൊതുവെ കുറവാണ് ഉണ്ടാവാറ്. പക്ഷേങ്കിൽ ഈ വീക്ക് മൺഡേ തന്നെ എന്തുണ്ട്, യുഎസ് ഡോളറിന് നല്ല രീതിയിൽ ന്യൂസ് കാര്യങ്ങളുണ്ട്. ഈവനിങ് 5:45 മുതൽ നമുക്ക് ന്യൂസ് ഉണ്ട്. 6 o'clock റെഡ്, ഓറഞ്ച്, യെല്ലോ ഇത് മൂന്നും ഉണ്ട്. അപ്പോൾ ഈവനിങ്ങിക്ക് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൺഡേ പൊതുവെ ഓപ്പണിംഗ് ടൈം നല്ലൊരു പിന്നെ എഫക്റ്റ് മാർക്കറ്റിന് ഉണ്ടാവും. കാരണം സാറ്റർഡേ സൺഡേ ഉള്ളൊരു ബൂമിങ് മൊത്തത്തിൽ വന്നിട്ട് മൺഡേ ഉണ്ടാകുമ്പോൾ നല്ലൊരു വേരിയേഷൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൺഡേ നമ്മൾ പൊതുവെ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം മാർക്കറ്റിലേക്ക് നിൽക്കാൻ വേണ്ടി നോക്കുക. ഈവനിങ്ങിലേക്ക് വരുമ്പോൾ ഈവനിങ് ന്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്ത് മാത്രം മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ ട്യൂസ്ഡേയും ഈവനിങ് ന്യൂസ് ഉണ്ട്, വെനസ്ഡേയും ന്യൂസ് ഉണ്ട്. അത് വെനസ്ഡേ ഒന്നും പിന്നെ റെഡ് ന്യൂസസ് ഒന്നും ഇല്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ വ്യാഴാഴ്ചയും നമുക്ക് ന്യൂസ് ഈവനിങ് ഉണ്ട്. വ്യാഴാഴ്ച ഉച്ച മുതൽ ഉണ്ട് കേട്ടോ. 1:30 ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് അവെയർ ആവുക. പിന്നെ ഫ്രൈഡേ നല്ല രീതിയിൽ നമുക്ക് ന്യൂസ് ഉണ്ട്. 4:30 3 റെഡ് ന്യൂസുകൾ യുഎസ് ഡോളറിനുണ്ട്. അപ്പോൾ ഈ ന്യൂസുകൾ മാർക്കറ്റിൽ എങ്ങനെ എഫക്ട് ചെയ്യാന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ നല്ലൊരു വേരിയേഷൻ ഓരോ ക്യാൻഡിൽ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അത് നമ്മളൊക്കെ എന്ത് ചെയ്താണ് നമ്മൾ ഈ പ്രാക്ടീസ് ടൈമിലും ഇപ്പോൾ ലൈവിൽ ഇറങ്ങിയവരാണെങ്കിൽ ലൈവിലുള്ളവരൊക്കെ നമ്മളെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രോപ്പർ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് സർവൈവ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ പിന്നെ നമ്മൾ മാർക്കറ്റുമായിട്ട് ആ ഒരു ഇമോഷണൽ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്താൽ മാത്രമേ ആ ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ലൈവിൽ ഇറങ്ങിയവരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ടാർഗറ്റ് വെച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്ത് ശീലിക്കുക. ഇപ്പോൾ നിങ്ങളൊരു ടാർഗറ്റ് ഇപ്പോൾ ഒരു ദിവസത്തിൽ ഇത്ര ലോസ് വന്നാൽ അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് വന്നാൽ ഞാൻ മാറി നിൽക്കുന്നു അന്ന് ഒരു ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കും. ഇപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി എന്തായിരിക്കും, നമുക്ക് അവിടെ വന്ന ലോസിനേക്കാൾ കൂടുതൽ ലോസിലേക്ക് പോവുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പോകുമ്പോൾ ഒരു നമ്മൾ ഡിപ്പെൻഡ് ഓൺ നമ്മളെ ക്യാപിറ്റലാണ്. ആ ഒരു ക്യാപിറ്റലിനനുസരിച്ചുള്ള ഒരു കാൽക്കുലേഷനിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫെയിൽ ആവില്ല. അത് നമ്മൾ പ്രോപ്പറായിട്ട് റൂളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആ ഒരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്ത് ഇപ്പൊ ചെറിയൊരു ലോസ് ഒക്കെ വന്നിപ്പോ നമുക്കിപ്പോ ഒരു $50 അല്ലെങ്കിൽ $100 ലോസ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ എഫക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അതൊരു വലിയ ലോസ് അല്ല. അത് നമ്മൾ മെന്റലി നമ്മളൊന്ന് സെറ്റായി ഒന്ന് ഫിറ്റായി നമ്മൾ ആ ഒരു ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് മാത്രം ട്രേഡ്സിനെ കാണാൻ വേണ്ടി നോക്കുക. ആരും പിന്നെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയാ ഒന്ന് ഒരു സംഭവം ലോസ് ആയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഒരിക്കലും ട്രേഡിനെ കാണാൻ പാടില്ല. ട്രേഡിനെ ആ ഒരു സഫ്ന സാറിന്റെ ഒരു വേർഡ് ഉണ്ട്, ഭവ്യതയോടുകൂടി നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു സംഭവം ആ ഒരു ഭവ്യതയോടുകൂടി തന്നെ മാർക്കറ്റിനെ കാണണം. അങ്ങനെ കണ്ടുപോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ സർവൈവ് ചെയ്ത് പോവാൻ പറ്റും. പിന്നെ ഈ ഇപ്പോൾ നമ്മൾ ന്യൂസസ് ഒക്കെ വരുന്ന സമയത്ത് ചില റീൽസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഈ ന്യൂസ് ആണ് വരുന്നത്, അപ്പൊ ഇത് എന്തായാലും അപ്പിലേക്കാണ് പോവാന്നുള്ള അങ്ങനെയുള്ള ന്യൂസുകൾ ഫോളോ ചെയ്യാതിരിക്കുക. ഒരിക്കലും ന്യൂസ് വരുന്ന സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല ഇത് എങ്ങോട്ടേക്കാ പോകുന്നേ എന്നുള്ളത്. അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ ജസ്റ്റ് അത് ഡെമോയിൽ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഒരാൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ ഡെമോയിൽ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ലൈവിലേക്ക് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ന്യൂസസ് ഒന്നും ഒരിക്കലും 100% നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റൂല. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. ഓക്കെ. കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ FOMCക്ക് പലരും പല രീതിയിലുള്ള പ്രഡിക്ഷൻസ് ആണ് പറഞ്ഞത്. മാർക്കറ്റിന്റെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പോയി കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈവിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക. ഏത് സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. പക്ഷെങ്കിൽ
അത് ഏത് സ്ട്രാറ്റജീസ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്തും പുതിയൊരു സംഗതി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡെമോയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ലൈവിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ സപ്ന സാറ് ഇന്ന് ജോയിൻ ആയിട്ടുണ്ട്. സാറ് ഡീപ്പായിട്ട് പറഞ്ഞു തരും. ബാക്കി കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് റിവീൽ ചെയ്യപ്പെടും. എനിവേ സാറിനെ വെൽക്കം ചെയ്യാണ്. ഹാപ്പി വെൽക്കം സാർ. നമുക്ക് താങ്ക് യു. audible അല്ലേ? ഓഡിബിൾ ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ, നമ്മളെ ഒരു 4-5 ബാച്ചിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. കുറെ പേരൊന്നും ജോയിൻ ആയിട്ടില്ല. സോ ജോയിൻ ആയവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ നിങ്ങൾ ലൈഫിൽ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മളെ സെക്കൻഡറി ഇൻകം സോഴ്സ് പിന്നെ ഡെവലപ്പ് ചെയ്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളവരാണ് നമ്മളൊക്കെ. അപ്പോ കുറച്ച് പേരൊക്കെ കഴിഞ്ഞ വീക്കൊക്കെ നല്ല പ്രോഫിറ്റ് എടുത്തവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ അവരെങ്ങനെയാ പോയെന്നൊക്കെ ഉള്ള നോക്കണം. നമ്മൾ ആരെയും കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടിയിട്ടല്ല അവരോടൊന്നും ചോദിക്കണത്. കാരണം ചിലപ്പോൾ അവരുടെ മെത്തേഡ് ചിലപ്പോൾ നമുക്കത് പറ്റിക്കോളുന്നില്ല. അവരുടെ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആയിരിക്കും. എന്നാലും ചിലപ്പോൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സംഗതികളുണ്ടാവും. ഇപ്പം എന്നെ പല ഇതുവരെ പിന്നെ ട്രേഡ് അറിയാത്ത ലേഡീസ് ഒക്കെ വന്നിട്ട് എനിക്ക് ചില സമയങ്ങൾ സിസ്റ്റങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു തുടക്കം മുതലേ പറയണം, നമ്മളെപ്പോ ഇവിടെ 10% മാത്രം അറിഞ്ഞവരും അറിയുന്നവരും മാത്രമാണ്. അങ്ങനെയാ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. ഇവിടെ അഹങ്കാരം വന്നു പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഭയങ്കര സംഭവമാണ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളൊരു ഭവ്യതയോട് കൂടി പിന്നെ ഏറ്റവും റെസ്പെക്റ്റോട് കൂടിയിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് നമ്മളോട് ആ ഒരു സംഗതി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ഇന്ന് വന്ന് നാളെ ഇതാക്കി പോകാനുള്ള നമ്മൾ ഏതോ ജോബ് ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, ഓക്കെ, നമുക്ക് എപ്പോഴും ഇവിടെ എന്ത് വേണം, ഒരു നല്ല റെസ്പെക്റ്റോട് കൂടി. ഞാനും നമ്മളെ സബോർഡിനേറ്റ്സ് ആരൊക്കെയാണ്, എലോൺ മസ്കും യൂസുഫ് അലിയും രാജ്യങ്ങളൊക്കെയാണ് നമ്മളൊപ്പം ട്രേഡ് ചെയ്യാനിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ ഞാനും കുറച്ചൊരു സംഭവം ആയിരിക്കണം, ഒരു ബ്യൂട്ടിഫുൾ ആയിരിക്കണം, കുറച്ച് ഡിസിപ്ലിൻ ആയിരിക്കണം, പ്ലാൻഡ് ആയിരിക്കണം. നമ്മളിപ്പോ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണാൻ പോകുമ്പോൾ പിന്നെ കുറച്ചൊരു പ്ലാൻഡ് ആയി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് പിന്നെ ഒരു പ്ലാനിങ്ങിലാണ് പോകും. അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ നമുക്ക് എന്ത് വേണം, ഇന്ന് ഓഗസ്റ്റ് സ്റ്റാർട്ടഡ് ആണ്, ഇപ്പൊ നെക്സ്റ്റ് മന്ത് തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് ഓഗസ്റ്റ് മന്തിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഓഗസ്റ്റ് ആദ്യം നമുക്ക് ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് അതിനെ വീക്കായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ പ്ലാൻ എപ്പോഴും ഒരു മന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്കത് ആ സിസ്റ്റം നമ്മൾ ഉള്ളിലോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്കത് ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും. നമ്മളിപ്പോ ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങളിവിടെ ഇന്റർനാഷണൽ അനലിസ്റ്റ് ഒന്നും ആവാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു പോയതും ഒരു സിസ്റ്റം നിങ്ങളുടെ ഉള്ളിൽ കിട്ടിക്കൊണ്ട് ആ സിസ്റ്റത്തിൽ ചുരുങ്ങിയത് 30 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്തവരായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും. ആ 30 ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ മേഖലയിലോട്ടും നമ്മൾ സഞ്ചരിച്ചു പോയിട്ട് ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കാറുണ്ട്. അതിന്റെ പിന്നെ പലരും ലൈവിലൊക്കെ കാണിക്കുന്ന മിസ്റ്റേക്കുകൾ എന്ന് വെച്ചാൽ, സാർ പിന്നെ ഞാൻ പിന്നെ ഇന്ന ടൈമിൽ ഞാൻ ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ നമ്മളൊരു മന്ത്ലി ഇങ്ങനെ ഒരു സിറ്റിംഗ് വെച്ച തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഇനി അടുത്ത മാസം കംപ്ലീറ്റ്ലി വരാം. വന്നതിന് ശേഷം ഇപ്പൊ നാട്ടിലൊക്കെ എന്താണ് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. അത് വന്നതിന് ശേഷം നമ്മൾ പ്രിക്വേഷൻ എടുത്തിട്ട് കാര്യമില്ല. വരുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പ്രിക്വേഷൻസ് എടുത്തു വെക്കുകയാണ് ചെയ്യണം. കാരണം നമ്മൾ പൈസയും കൊണ്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പൊ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പാലിക്കാൻ പറ്റുമോ ആ പാലിക്കേണ്ട സംഗതികളൊക്കെ പാലിക്കണം. ഒന്ന്, നമുക്ക് ട്രേഡിങ്ങിൽ നമ്മൾ ഡിസിപ്ലിൻ പ്ലാൻ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകണം. അതായത് ഈ മാസം നമുക്ക് എത്ര വേണം, ഇപ്പോൾ വാട്ട് ചിലപ്പോൾ ലൈവിലുള്ളവരോ ഡെമോയിലുള്ളവരായിക്കോട്ടെ, ഒരു മാസം നിങ്ങൾക്ക് ട്രേഡിംഗ് എന്ന് ഒരു പ്ലാൻ മേക്ക് ചെയ്യാണ്. ഇപ്പം നമുക്ക് സാലറി ആണെങ്കിൽ ഇത്ര കിട്ടും, പിന്നെ ജോബ് ആണെങ്കിൽ ഇത്ര കിട്ടും, വാട്ടവർ നിങ്ങൾക്കൊരു പിന്നെ നമുക്കറിയാലോ പിന്നെ എത്രയോ എടുക്കാൻ ട്രേഡിൽ നിന്ന്. ഓക്കെ, നിങ്ങൾക്കത് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ പറ്റുന്നവരൊക്കെ ഈ മാസം എനിക്ക് എത്ര ഉണ്ടാക്കണം ഓഗസ്റ്റിൽ. അതായത് നമ്മൾ ഓൾറെഡി നമ്മളെ മൈൻഡിന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ ഒരു മിസ് പ്ലാൻഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് പലരും എന്താക്കും, $1000 ഒരു 2 ദിവസം കൊണ്ട് $2000 ആക്കും. എന്നിട്ട് മൂന്നാമത്തെ ദിവസം ഇത് കൊണ്ടുപോയി കളഞ്ഞിട്ട് സാർ ഞാൻ പുതിയ ആഡ് ചെയ്തിട്ട്, ഞാൻ ആഡ് ചെയ്യേണ്ട 4 മാസം പ്രാക്ടീസ് ചെയ്യാൻ പറയും. പലരും ഞാൻ അങ്ങനെ പറയണ്ട. ഇത് ആദ്യം തന്നെ ആവേശ് കുമാർ ആയിട്ട് വന്നിട്ട് പിന്നെ $1000 ഒരാഴ്ച കൊണ്ട് $2000 ആക്കും. ദെൻ എന്തുപോലും പിന്നെ അടുത്ത ആഴ്ച കൊണ്ടുവരുന്നത് മൊത്തങ്ങൾ സാർ എന്റെ മൊത്തം പോയി എന്ന് പറയും. ഞാൻ പറയും എന്താണ് ഇങ്ങനെ പോയി. ഞാൻ പറയും ഇനിയില്ല, ഇനി ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എനിക്കിത് 2 മാസം ചെയ്തിട്ട് പെർഫെക്റ്റ് ആയി എനിക്ക് ബോധ്യപ്പെടുത്തണം എന്നുള്ളത്. കാരണം ഇതേ സിസ്റ്റം അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. വെറുതെ നഷ്ടപ്പെടുത്തിയിട്ട് എന്തിനാണ് നമ്മൾ പിന്നെ മാർക്കറ്റിൽ പൈസ കൊടുക്കുന്നത്? അത് നമുക്ക് പള്ളിയിലും അമ്പലത്തിലായിട്ടും കൊടുത്താൽ പോരാ. അങ്ങനെ നമ്മൾ ഇത്രയും പൈസയും സമയമൊക്കെ കൊടുത്ത് പഠിച്ചിട്ട് കളയാൻ വേണ്ടിയിട്ട് ആരും എന്താവരുത്, നമ്മൾ ഇവിടെ നിൽക്കരുത്. അതിനുള്ള എല്ലാ പിന്നെ സംഗതികളും ക്ലിയർ ഔട്ട് ചെയ്ത് തരാണ് മെന്റേഴ്സ് ഒക്കെ. നിങ്ങളെ 30, 35, 40 ദിവസങ്ങളോളം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ഇതിലുണ്ടോ, ഇതിൽ വിഷയങ്ങളുണ്ടോ, കാര്യങ്ങളുണ്ടോ. യെസ്, പിന്നെ പലരും പിന്നെ ഗുഡായിട്ട് നല്ല ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. $200 ഡോളേഴ്സിൽ എഴുതിയാൽ മതി. നമ്മളിനി ഡോളേഴ്സിൽ തന്നെ നമുക്ക് സംസാരിക്കാം എത്രയാണ് ഒരു മാസം പ്ലാനിങ് എന്നുള്ളത്. ഇനി അതിനെ ഡിവൈഡഡ് ബൈ നമുക്ക് ഒരു മാസം 22 പിന്നെ ട്രേഡിംഗ് ഡേയ്സ് അല്ലേ ഉള്ളത്. 22 ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ആ എമൗണ്ടിനെ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഡിവൈഡ് ബൈ 22 എന്ന് കൊടുത്താൽ മതി. ആ എമൗണ്ടേ നമ്മൾ ഒരു ദിവസം എടുക്കേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി. ഞാൻ ഒരു മാസം എടുക്കേണ്ട കേട്ടോ ചോദിച്ചത്. ഒരു മാസം നിങ്ങൾക്ക് ചിലപ്പോൾ $500 ആയിരിക്കും, $300 ആയിരിക്കും, $200 ആയിരിക്കും. പിന്നെ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ബൈ നമുക്ക് 22 ട്രേഡിംഗ് ഡേയ്സ് അല്ലേ ഉള്ളത്. പിന്നെ ഒരു ആഴ്ചക്ക് നമുക്ക് 5 ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. 5 × 22 ഡേയ്സ് ആണ് നമുക്ക് എന്താക്കാം ട്രേഡിങ്ങിൽ കിട്ടുക.
യെസ്, ഒരു മാസം 20 to 22 ഡേയ്സാ കിട്ടാം. നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ പിന്നെ അറൗണ്ട് നമുക്ക് ഇന്നലെ എടുക്കേണ്ടത് വളരെ ചുരുങ്ങിയ 10, 20, 30 ഡോളർ ആയിരിക്കും. അതിനാണ് നമ്മൾ പിന്നെ കൂലങ്കഷമായി ചിന്തിച്ചിട്ട് കുറേ എടുക്കണം എന്നുള്ള മൈൻഡിലോട്ടേക്ക് പോയിട്ട് അതിലോട്ടേക്ക് പോകുന്നത്. ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ചിലരൊക്കെ വളരെ ഇപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഫൈസൽ വൈഡ് ഒക്കെ ക്യാപിറ്റൽ ഡബിൾ ആണ്. പിന്നെ പിന്നെ ഇർഷാദ് ഭായി പിന്നെ ക്യാപിറ്റൽ മൊത്തം പിന്നെ റിട്ടേൺ എടുത്ത ആൾക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ ചെറിയ ചെറിയ രീതിക്ക് റിസ്ക് ഒക്കെ കൂട്ടി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. കാരണം എന്താണ്, അവർക്ക് അവരുടെ മുതൽ മൊത്തം തിരിച്ച് നമ്മളൊരു സിസ്റ്റം എന്ത് വേണം, നമ്മൾ ആദ്യം നമ്മുടെ ക്യാപിറ്റൽ പെർഫെക്റ്റ്ലി പിന്നെ പതിയെ പോയിട്ട് നമ്മൾ എമൗണ്ടിങ് എടുക്കണം. പിന്നെ നമ്മൾ ആ മൈൻഡ് സെറ്റിൽ വരുമ്പോൾ നമ്മൾ പിന്നെ നമ്മള് ഹാർഡ് ആൻഡ് മണി ആയതുകൊണ്ടാണ് എന്താകുന്നത്, ആദ്യത്തെ ട്രേഡിൽ പലർക്കും പേടിച്ചു വന്നു. ചെറിയൊരു ലോസ് വരുമ്പോൾ പേടി വരും. കാരണം നമ്മളിത് എല്ലാ സംഗതികൾക്കും റിസ്ക് ഉണ്ട്. വിസ്മയെ പോയിട്ട് ചെറിയ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ എന്നിട്ട് പിന്നെ നമുക്ക് അല്ലെങ്കിൽ വീഗാലാൻഡിൽ പോയിട്ട് വണ്ടർലയിൽ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും രോഗം വരാനുള്ള സാധ്യത, റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഓട്ടർഷ വന്ന് ഇടിക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ തലയിൽ തേങ്ങ വീഴാനുള്ള എല്ലാത്തിനും പ്രോബബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ റിസ്ക് ഉണ്ട്. ആ റിസ്ക് നമ്മൾ എന്തുണ്ടായിരിക്കണം, വഹിക്കണം. അല്ലെങ്കിൽ നമുക്ക് നാളെ ചിലപ്പോൾ ഹെൽത്തിന് ഇഷ്യൂസ് വരാനുള്ള ആ പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് എന്തുണ്ടാവും, ചെറിയ റിസ്ക് നമുക്കുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിലും നമുക്ക് എന്തുണ്ടാവും, ചെറിയ ചെറിയ റിസ്കുകൾ നമുക്ക് ഉണ്ടാവും. ആ റിസ്കിനെ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, അതിന്റെ ഉള്ളിൽ നമുക്ക് നിർത്തിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി വിശാലാത്മകമായി ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊരു മാസത്തിൽ $300 ആണ് നമ്മളെ ടാർഗറ്റ്. $300 എന്ന് പറയുമ്പോൾ നല്ല എമൗണ്ട് ആണ്. $300 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 1000 ദിറംസിന്റെ മുകളിൽ, 1500 ദിറംസിന്റെ അടുത്തായി. പിന്നെ അല്ലെ ഒരു $500 എന്ന് തൊട്ട്. ഓക്കെ, $500 എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പൊ 5000 $500 എന്ന് പറയുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് ആണ്, 10%. ഓക്കെ, നമ്മൾ ആകെ ഒരു ദിവസം എടുക്കേണ്ടി വരാം 20 10 പിന്നെ ഡോളർ. 22 ദിവസം നമ്മൾ $20 എടുത്താൽ തന്നെ $420 ആയി. പിന്നെ വളരെ സിമ്പിൾ അല്ലേ, $20 എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്റർനാഷണൽ സെഗ്മെന്റുകളൊന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വളരെ ഇതിന്റെ ഒപ്പരം നിന്നിട്ട് നമുക്ക് എവിടെയോ എന്തായി പോകും, ചില സമയത്ത് നമ്മൾ ഭയങ്കര സംഭവമാകാൻ തോന്നിപ്പോ, അല്ലെങ്കിൽ നമ്മൾ ബിയോണ്ട് ദ ബൗണ്ടറിക്ക് അപ്പുറം പോകും. ആ ഒരു ഓവർ കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് എന്താവരുത്, വന്നു പോകരുത്. ഓക്കെ, പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യാതിരിക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത്. ഇപ്പം ലൈവിലുള്ളവർ ഇപ്പം എനിക്ക് തോന്നുന്നു 56 ബാച്ച് വരുന്നു. 56 റൂൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പൊ പ്രീവിയസ് ബാച്ചിലുള്ളവരൊക്കെ ചോദിച്ചാൽ കൂടുതൽ ചെയ്തിട്ടായിരിക്കും അവർ പിന്നെ എന്തുണ്ടാക്കാം, ലോസ് ഉണ്ടാക്കാം. പിന്നെ കുറവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് രാവിലെ എപ്പോഴും പ്രോഫിറ്റ് എടുക്കുന്നല്ലോ. പലരും എന്നോട് മനസ്സിലാക്കും, സാർ ഞാൻ രാവിലെ കംപ്ലീറ്റ് പ്രോഫിറ്റ് ആണ്, പിറ്റേന്നും പ്രോഫിറ്റ് ആണ്, വൈകിട്ട് ഒന്നായിട്ട് എന്തുണ്ടാക്കും, രാവിലെ മുതൽ ഉച്ചക്കേക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങിയിട്ട് എന്നാലും വൈകിട്ട് ഒന്ന് ഇറങ്ങിയോക്കാലോ എന്ന് വെച്ചിട്ട് കൊണ്ടുപോയിട്ട് എന്താക്കും, നമ്മൾ ചിലപ്പം പതിയെ ലോസിലോട്ട് കളിക്കുന്നത്. ആ ഡിസിപ്ലിൻ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്ത മാസം, ഈ മാസം പ്രോഫിറ്റ് എടുത്തിട്ട് അടുത്ത മാസം നമ്മൾ ചെയ്യേണ്ട ഒരു ഡ്രീം ഒന്ന് അച്ചീവ് ചെയ്യുക കംപ്ലീറ്റ്ലി. പിന്നെ നമ്മളിപ്പോ സാലറി കിട്ടിക്കാൻ ഇന്നത് വാങ്ങുമെന്ന് പറയുന്ന പോലെ തന്നെ ഈ മാസം ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തിട്ട് ഞാൻ അടുത്ത മാസം എന്റെ പിന്നെ ഇന്ന സംഗതികൾ ചെയ്യണം. അത് വലിയ സംഭവം ഒന്നല്ല, പോയിട്ട് റോൾസ് റോയ്സിന് ടോക്കൺ കൊടുക്കാന്നുള്ളതൊന്നല്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നത്, അതായത് നമുക്കൊരു അഡീഷണൽ ലിങ്ക്, നമ്മളെ സമയം നമുക്ക് ഇൻസ്റ്റാഗ്രാമിനും മറ്റൊന്നും കൊടുക്കാതെ നമുക്കൊരു ദൈവം തന്ന കുറേ സ്കില്ല് കൊണ്ട് നമുക്കൊരു സാധനം തരുമ്പോൾ അതൊന്നുണ്ടായിരിക്കണം, ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു സംഗതിക്ക് വേണ്ടി മാറ്റി വെക്കണം. പിന്നെ അത് എനിക്ക് തോന്നുന്നു, യെസ്, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ 52 ബാച്ചിലാന്ന് തോന്നുന്നു. എനിക്ക് ആളിവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ പിന്നെ എനിക്ക് ലാസ്റ്റ് വീക്ക് $500 പ്രോഫിറ്റ് ആണ്. നമ്മളൊരു എമൗണ്ട് ഒക്കെ ആകുമ്പോൾ ഞാൻ പറയുന്നത് നമുക്കൊരു ചാരിറ്റി ബാച്ച് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. നിങ്ങളത് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ടൊക്കെ ഉള്ള സമയങ്ങളിൽ എന്നോട് പറഞ്ഞു, ഒരു എമൗണ്ട് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ അത്തരം ബാച്ചുകളിലോട്ടൊക്കെ ഞാൻ പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞാൽ തരൂന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമുക്കൊരു സന്തോഷമാണ്. അതായത് പിന്നെ ഒരു എമൗണ്ട് ആയി കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ചാരിറ്റി ബാച്ച് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. പിന്നെ അത് പിന്നെ ഹൗസ് വൈഫ്, അതായത് പിന്നെ വിഡോസ് ആയ പിന്നെ ഹസ്ബൻഡ് ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ തന്നെ പഠിപ്പിച്ച് ഫണ്ട് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന സിസ്റ്റം. അപ്പൊ ഫണ്ട് കൊടുക്കാൻ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത് കൊടുക്കാനുള്ളതല്ല. അപ്പം ആവശ്യക്കാരായ ആൾക്കാർ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ $500 ചെറിയ എമൗണ്ട് $1000 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നിട്ട് അവരെ കൊണ്ട് ചെയ്യും. അവരും അതിന്റെ 50 എടുക്കും, ഈ കൊടുക്കുന്ന ആളും 50 എടുക്കുന്ന രീതി. സോ അത്ര ആൾക്കാരൊക്കെ വന്നതിൽ ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ വീക്ക് നല്ല പ്രോഫിറ്റ് ആണ്. യെസ്, ഞാൻ പിന്നെ ആളെ റിവീൽ ചെയ്യാൻ ആൾക്ക് ചിലപ്പോൾ പിന്നെ യെസ്, ഷഫീർ ഭായി ഇവിടെ ഉണ്ടോ? 52 ബാച്ച് ആയിരുന്നു. ഉണ്ട്. യെസ്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു വേർഡ് ആയിരുന്നു. സോ ലാസ്റ്റ് വീക്ക് പെർഫെക്റ്റ് ആയിരുന്നില്ല? അൽഹംദുലില്ലാ, ലാസ്റ്റ് വീക്ക് പെർഫെക്റ്റ് ആയിരുന്നു. എത്രയാ പ്രോഫിറ്റ് ടോട്ടൽ പിന്നെ ലാസ്റ്റ് 3 വീക്കിൽ ഇറങ്ങിയത് അല്ലെ? അതെ, ഇപ്പോ ഓൾമോസ്റ്റ് $800 ആയി. ഗ്രേറ്റ്. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോട്ടെ. പിന്നെ നെക്സ്റ്റ് വീക്ക് വിഡ്രോളിന്റെ സാധ്യതകളൊക്കെ നോക്കിയിട്ട് പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോവാം. പിന്നെ അധികം ടെൻഷനും കാര്യങ്ങളും ലോട്ട് മാറ്റുമ്പോൾ അല്ലേ ടെൻഷൻ വരുന്നുള്ളൂ?
ഇപ്പൊ ടെൻഷൻ ഇല്ല. അന്നൊരു ഭയങ്കര പാനിക് ആയിരുന്നു. അപ്പം ആ എന്താ പറയാ, നമ്മൾ പറയാറുണ്ടല്ലോ, ആത്മഹത്യാ മുനമ്പിൽ നിന്ന് എന്നെ കൈപിടിച്ച് രക്ഷിച്ച സാറാണ്. ഞാൻ ഓക്കെ. ഓൾമോസ്റ്റ് അത് അതിങ്ങനെ കോഴ്സ് പറ്റിയത് ചെയ്യണോ വേണ്ടെന്ന് വെച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയ സാറിനൊന്ന് വിളിച്ച് സാറിന്റെ ഒരു അഭിപ്രായം കൂടി അന്വേഷിക്കാന്നുള്ളത്. അപ്പം ഗുഡ്. സാർ തിരക്കിനിടെ തന്നെ എനിക്ക് ടൈം തന്നു, പിന്നെ എനിക്ക് അതിന് ഉപദേശം തന്നു. ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഹെൽപ്പായിരുന്നു. സിമ്പിൾ താങ്ക് യു സോ മിസ്റ്റേക്ക് മച്ച്. അല്ലേ പറ്റിയത്? ജസാക്കല്ലാ ഖൈർ. ചെറിയൊരു ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. കയ്യബദ്ധം പറ്റിപ്പോയതാണ്. അറിയാതെ പറ്റിയ യെസ്. സംഭവമാണ്. അപ്പോൾ എന്നാലും കുറച്ച് പാനിക് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയത് ഒരു വലിയൊരു ബുദ്ധിയായി തോന്നി. ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ നമ്മളെപ്പോഴും കണക്ട് ചെയ്യുന്നുണ്ടോ പ്രശ്നം. പലരും പിന്നെ നമ്മൾ ഇവിടുന്ന് പഠിച്ചു. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു അക്കാദമിക്ക് പ്രീവിയസ് ബാച്ചിലെ സ്റ്റുഡൻസിനെ പിന്നെ ഇരുത്തിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഒന്നാമത് ഇവൻ സക്സസ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ കുറെ സ്ട്രാറ്റജി പഠിപ്പിച്ചു കൊടുത്ത് വിട്ടിട്ട് വർക്കൗട്ട് ആവാത്ത കുറെ സാധനങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ, ഈ നിങ്ങൾ റൂള് പ്രകാരം പോയിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ പരിപാടി നിർത്തുമെന്നാ പറഞ്ഞത്. ഞങ്ങളെ പ്രൊഫഷൻ. ഓക്കെ. കാരണം നമ്മൾ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിന്റെ സക്സസിന്റെ ഫോർമുലയിൽ ഒളിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ചെറിയ മൈൻഡ് സെറ്റിന്റെ മാറ്റങ്ങൾ, ചെറിയ ചെറിയ സംഗതികളെ മാറ്റം വരുത്തേണ്ടുള്ളൂ. നമ്മൾ 10-35 ദിവസം 10-40 ദിവസം ഡെമോയിൽ പോയി നിങ്ങൾ അവിടെ പ്രൂവൺ ചെയ്തിട്ടാണ് ഡെമോ ഞാൻ റിയലിൽ പോകുമ്പോൾ ഞാൻ തന്നെയാണ് നിങ്ങളെ റിയലിലോട്ട് കിടക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ഒരു 3 തവണയെങ്കിലും ചോദിക്കും, നിങ്ങൾ ഇതുപോലെ പോകില്ല, പിന്നെ റൂള് പ്രകാരം പോകുമെങ്കിൽ മാത്രമേ ഇറങ്ങേണ്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയുമ്പോൾ പിന്നെ ഞാൻ പറയാറുണ്ട്, ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ക്യാപിറ്റൽ ഉള്ളത് കൊണ്ടായിരിക്കും സഫീർ ഭായിക്ക് കുറച്ച് നല്ല ക്യാപിറ്റൽ ഇറങ്ങിയിട്ട് ചെറിയ ലോട്ട് എടുക്കുന്ന സിസ്റ്റം നമ്മൾ എപ്പോഴും എന്താക്കുക, പാലിക്കാൻ ശ്രമിക്കുക. നമ്മളൊരു 1000 ഇറങ്ങി നോക്കുക, അല്ലെങ്കിൽ 500 ഇറങ്ങി നോക്കുക എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു പിന്നെ സഫീർ ഭായിക്ക് 5000 ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ, അതായത് ക്യാപിറ്റൽ ഉള്ളത് കൊണ്ടാണ് എന്തായത്, അത് ആളുടെ അടുത്ത് ചെറുതായിട്ടൊന്ന് അറിഞ്ഞോ അറിയാതെ ചെറുതായിട്ടൊന്ന് ലോട്ടൊന്ന് മാറിപ്പോയി, കൂടിപ്പോയി. പിന്നെ റൂളിന് അഗേൻസ്റ്റ് സഞ്ചരിച്ചു. പക്ഷെ എന്നോട് കണക്ട് ചെയ്യാൻ പറഞ്ഞു, ഒന്നും ടെൻഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല, എന്താവാം നമുക്കത് വെയിറ്റ് ചെയ്യാം. പരമാവധി പിന്നെ എൻട്രി പോയിന്റിൽ എത്തുമ്പോൾ ആ ട്രേഡുകൾ, ആ കൂടുതൽ ലോസ് വരുന്ന ട്രേഡുകൾ ക്ലോസ് ചെയ്യാന്നുള്ള രീതി പറഞ്ഞെടുത്തപ്പോൾ പിന്നെ കുറച്ച് ക്യാപിറ്റൽ അവിടെ ഉള്ളത് കൊണ്ട് എന്തായി, നമ്മൾ സർവൈവ് ചെയ്യപ്പെടും. നമ്മളവിടെ പിന്നെ ഉറപ്പായിട്ടും മനുഷ്യനാണ്. നമുക്ക് പിന്നെ ട്രേഡിംഗ് ആണെങ്കിൽ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ വേണം. ഓക്കെ. ആ പൈസ വേണമെന്നുള്ള നമ്മൾ ഇവിടെ എന്താണ്, നമ്മൾ മാർക്കറ്റിനെ പീഡിപ്പിക്കാൻ നിൽക്കരുത്. കാരണം ഒരു 1000 ഇട്ടിട്ട് നമ്മൾ ഒരു ദിവസം 10 നമുക്ക് ഒതുങ്ങാൻ പറ്റണം. ഓക്കെ. 1000 അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ആ 10 എടുത്താൽ തന്നെയുള്ള സിനാരിയോ ഞാൻ പറയാറുണ്ടല്ലോ, 10 എടുത്ത് എന്നും 10 എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു 3 വർഷമൊക്കെ ഒരു വിഡ്രോവലും എടുക്കാതെ നമ്മൾ മുന്നോട്ടേക്ക് പോവാണെങ്കിൽ 180 crore മുകളിൽ പോകും. ആസ് എ കോമ്പൗണ്ടിങ് എഫക്ട്. $10 രണ്ടാമത്തെ ദിവസം $10 10 പൈസയും അങ്ങനെയൊക്കെ എടുത്തു പോകാൻ പറ്റും. അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പൊ ഞാൻ പലരോടും പറഞ്ഞത്, നമ്മൾ ആദ്യത്തെ കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ തിരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് എടുക്കണമെന്നല്ല, നമ്മൾ പിന്നെ എടുക്കാൻ ശ്രമിക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഓവർ കോൺഫിഡന്റ് ആയ, എനിക്ക് തോന്നുന്നു ഫൈസൽ ഭായി ഇവിടെ ഉണ്ടോ? ഫൈസൽ ഭായി പിന്നെ ക്യാപിറ്റല് 2-3 വീക്കാണ് 100% ആയത് അല്ലെ? അതെ, 3 വീക്ക്. ഒന്ന് പിന്നെ എക്സ്പീരിയൻസ് 50 ബാച്ചല്ല, 50ാമത്തെ ബാച്ചല്ല അല്ലെ? അതെ, ഇത് വെച്ചാണ്. ഞാനിങ്ങനെ വെറുതെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതായത് പിന്നെ നമ്മൾ പഠിച്ച് ലൈവിൽ ഇറങ്ങി 100% ആയിട്ട് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ സ്പെൻഡ് ചെയ്തപ്പോൾ പിന്നെ ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചപ്പോ എന്നോട് പറഞ്ഞു ചോദിച്ചു, ഒന്ന് ഇരുത്താൻ പറ്റുമോ, ആളെങ്ങനെ പോയെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴുള്ള മൊമെന്റ് എങ്ങനെയുണ്ട്? ഐ മീൻ ഡബിൾ ആയത് ഞാൻ സന്തോഷമല്ല, നമ്മൾ അങ്ങനെ ഓവറിലേക്ക് പോകാനും പാടില്ല, ബട്ട് എന്നാലും സ്ട്രൈറ്റ് ആണ്. അതെ, നമ്മൾ ഒരിക്കലും ഒരു $100 പോലെ ഒരു പ്രോഫിറ്റ് ലൈവിൽ ഇറങ്ങി കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് പോലും ആദ്യം ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് നമ്മൾ ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു ധൈര്യം കിട്ടിയത്. അതെ, പിന്നെ സാറിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ടും ആ ഒരു ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ്. നമുക്ക് ഇനിയും ട്രേഡ് ചെയ്യാം, നമുക്ക് ഇത് ട്രൈ ചെയ്യാം, മുന്നോട്ട് പോകാന്നുള്ള ഒരു ധൈര്യം എല്ലാം കിട്ടിയത്. അതെ, എനിക്ക് ഫൈസലിൽ മനസ്സിലായത് പിന്നെ നമ്മൾ ആദ്യത്തെ പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ കഷ്ടപ്പെട്ട് പ്രോഫിറ്റ് എടുത്ത് ആ പ്രോഫിറ്റിലാണല്ലേ പിന്നെ റിസ്ക് വെച്ചത്. അതെ സാർ. യെസ്, ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു 0.01 പിന്നെ നമുക്ക് മാജിക് കാണിക്കാൻ പറ്റൂ എന്നുള്ളത്. പിന്നെ 1000 മുകളിലാണ് ആളുടെ ക്യാപിറ്റൽ. എന്നിട്ട് 0.01 മാക്സിമം ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുത്തു പോയത്.
പിന്നെ കാരണം നമുക്കിവിടെ എന്താണ് നമുക്കൊരു പിന്നെ മാർക്കറ്റിൽ നിൽക്കേണ്ട ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ സൂപ്പർബായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. പലരും പിന്നെ മൈൻഡിന്റെ പ്രശ്നം കൊണ്ടാണ് ഇവിടെ ലോസ്. ആദ്യത്തെ ചിലപ്പോൾ നമുക്കൊരു പിന്നെ ലോസ് വരുമ്പോൾ നമ്മളെ ക്യാപിറ്റലിന് ചെറിയ ലോസ് വരുമ്പോൾ നമ്മൾ പാനിക് ആയി പോകും. പിന്നെ നമ്മൾ അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നഷ്ടം. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഫൈസൽ ഭായിയുടെ ഒരു മാനസികാവസ്ഥ ട്രേഡിനോടുള്ള ഒരു സമീപനേ മാറിയില്ലേ ഇപ്പൊ? അതെ 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 നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത് വരുന്നത്. നമ്മൾ ഒരുപാട് അതെ റിസ്ക് എടുക്കാൻ നമ്മളൊന്ന് മെന്റലി നമ്മളൊന്ന് പവർഫുൾ ആയിട്ടൊന്ന് ഇരുന്ന് നമ്മൾ ഓക്കെ ആവും. കറക്റ്റ് നമ്മൾ SLM കറക്റ്റ് ആയിട്ട് വെച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ കിട്ടിയാൽ $3 ആണ് കിട്ടുന്നത്, പോയാൽ $4 പോകുന്നത്. അതെ നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ട്രേഡിംഗ് മൂവ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഇടയ്ക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. മെല്ലോണം നമ്മുടെ പോസിറ്റീവ് ആയിട്ട് വരുവാണെങ്കിൽ TP ഒക്കെ ഒന്ന് $1 അല്ലെങ്കിൽ $0.5 ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ ട്രേഡ് ക്ലോസ് ചെയ്യുക. അതെ അങ്ങനെ. അത് ഇവിടെ 10-20 വർഷമായിട്ടുള്ള അനലിസ്റ്റുകളൊക്കെ എന്ത് പറയും പിന്നെ അത് അവരൊക്കെ പിന്നെ ഇപ്പൊ ശരിക്കും മൂന്നാഴ്ച കൊണ്ട് 100% പ്രോഫിറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വെരി വെരി ഗ്രേറ്റ് ആണ്. പിന്നെ നമ്മളെ ഇൻഡസ്ട്രിയിലൊക്കെ പറയുമ്പോൾ പിന്നെ വേറെ പിന്നെ പല അനലിസ്റ്റുകൾക്കും പറ്റാതെ എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മള് വിത്തിൻ ദ റൂളിന്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെയാണ് അല്ലെ പിന്നെ അതെ അതെ മുന്നോട്ടേക്ക് പോയത്. അതെ അതെ അതെ. അധികം റിസ്ക് എടുക്കേണ്ടതൊന്നും വന്നിട്ടില്ലല്ലോ. ഇല്ല അധികം റിസ്ക് എടുക്കേണ്ടത് വന്നിട്ടില്ല. നമ്മള് നമ്മുടെ സ്റ്റൈലിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ ഫോളോ ചെയ്ത് പോയതുകൊണ്ട് നമ്മളൊരു സ്റ്റൈല് സ്വന്തമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മള് ഡെമോയിലൊക്കെ അത്രയും ടൈം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്കൊരു നമ്മുടെ സ്റ്റൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയ ആ ഒരു കാര്യങ്ങൾ അങ്ങനെ അതങ്ങ് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അതെ പോയത്. ഡെമോയിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മളെ ഫൈനലി എടുത്ത ഡെമോ അത് സെയിം ലൈവിന്റെ എമൗണ്ട് ഒക്കെ എടുത്ത് അങ്ങനെ പോയപ്പോ അത് കുറച്ചും കൂടി അതെ കോൺഫിഡൻസ് അതെ അതെ. ആക്കിയല്ലേ. അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, നമ്മൾ എങ്ങനെ 1500. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ടായിരുന്നു കുറച്ചും കൂടെ എമൗണ്ട് കൂട്ടിയെടുക്കണോ. അപ്പം അങ്ങനെയൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ചെയ്ത് കുറച്ച് ദിവസം 2-3 എനിക്ക് തോന്നുന്നു അത് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് മോർ ദാൻ 1 month നമ്മൾ ചെയ്തായിരുന്നു ഡെമോയിൽ. $1,500 ആണ് ഡെമോയിൽ ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോ പിന്നെ കൺഗ്രാചുലേഷൻസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓക്കെ. പോട്ടെ. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പിന്നെ 100% ആയെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പിന്നെ നമ്മളിപ്പം 10% ഉള്ളൂ. നമുക്ക് ഒരിക്കലും അതിൽ നമ്മൾ ഓവർ അതെ കോൺഫിഡന്റ് ഒന്നും ആവണ്ട. നമ്മൾ ഒരു സമയത്ത് കൈ മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങൾ വന്നേക്കാം. അപ്പോൾ നഷ്ടങ്ങൾ വരാതിരിക്കട്ടെ, നല്ല പ്ലാനോട് കൂടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാം. പിന്നെ പതിയെ നമ്മളിപ്പോ ക്യാപിറ്റൽ മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസ് നമ്മൾ അന്ന് പറഞ്ഞ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മളൊരു 1% എന്നും എടുക്കേണ്ട ഒരു പ്ലാനൊക്കെ വെറുതെ ഒരു $1000 ഡെമോ എടുത്തിട്ട് ഒരു വൺ മന്ത് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കാരണം ഇത് നമ്മൾ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കാരണം നമ്മളെ ബ്ലഡിൽ ട്രേഡിംഗിൽ ഒരു അംശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കൊന്നും നഷ്ടങ്ങളൊന്നും ഇല്ല. ഒരു ഡെമോ എടുത്തിട്ട് ഒന്നും കൂടി ഇപ്പൊ ഇതുപോലെ തന്നെ പിന്നെ എന്താവാം പിന്നെ ഒരു 1% എടുക്കുന്ന ഒരു മെത്തേഡൊക്കെ അതെപ്പോഴും ചെയ്യേണ്ടത് നമ്മളെ മൊത്തം എമൗണ്ട് കിട്ടിയതിന് ശേഷമാണ് സെക്കൻഡ് ഫേസ് ആയിട്ടാണ് നമ്മൾ കോമ്പൗണ്ടിങ് എഫക്റ്റിനെ കാണേണ്ടത്. നമ്മൾ ആദ്യത്തെ എമൗണ്ട് നമ്മൾക്ക് ആദ്യം ട്രേഡിംഗിൽ ഒരു കോൺഫിഡൻസ് കിട്ടി എന്നുള്ള ഒരു ഫീലിംഗ്സ് ഒക്കെ വരണം. ആ ഫീലിംഗ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമ്മളെ ഭയങ്കര പവർഫുൾ ആക്കുക. അല്ലെങ്കിൽ ഒന്നും കിട്ടാതെ കുറെ കാലം ഡെമോ ചെയ്തിട്ട് അവസാനം പിന്നെ ഡെമോ തന്നെ എടുത്ത് ഇതെന്താണ് ഇത് പിന്നെ ഗോൾഡ് കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയില്ല. അപ്പൊ ഒരുപാട് ഡെമോയിലും നമ്മൾ ചെയ്യരുത്. പക്ഷെ മാന്യമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആകുമ്പോൾ അതേ ലൈവിലോട്ടൊക്കെ ഇറങ്ങാനും ശ്രമിക്കണം. താങ്ക് യു ഫൈസൽ ഭായി. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോട്ടെ. പിന്നെ താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് താങ്ക് യു. ഗുഡ്. ആൻഡ് ഇർഷാദ് ഭായി ഒടിവിള. ഇർഷാദ് ഭായി 52 ബാച്ച് അല്ലേ, നാട്ടിലാന്ന് തോന്നുന്നു. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ എല്ലാം സേഫ് അല്ല, കുറെ പേര് നാട്ടിലാണ് അല്ലെ. പിന്നെ കാരണം നമ്മുടെ വെക്കേഷൻ ടൈം ആയിരുന്നല്ലോ. ഷേബ ഇവിടെ ഉണ്ടോ? ഹായ് 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 കേക്കണ്ടോ? അതെ, അതായത് പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാതെ അതായത് നമ്മള് പിന്നെ പഠിക്കുന്ന സമയത്തെ ലൈവിലുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുത്ത് എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതെ അതെ അതെ. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ ഇപ്പൊ നല്ലൊരു ക്യാപിറ്റലും നമുക്കിപ്പോ അതിന്ന് ഏൺ ചെയ്യാൻ പറ്റി. അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ട്രേഡ് ഒക്കെ നടക്കുന്നത്. ക്യാപിറ്റൽ ഗുഡ് ആയിട്ടുള്ളതിന്റെ ഫീലിങ്സ് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യോ? അതായത് ഞാൻ നമ്മളെ ക്ലാസ്സിന് ചേർന്ന ടൈമിൽ ഞാൻ നഷ്ടം പറ്റിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ ഒരുപാട് ടൈമിൽ നമ്മളോട് ഇതെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ആദ്യം നമ്മൾ ക്ലാസ്സിന് ഇതിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ടെക്നിക്കലി പഠിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളെ ഫസ്റ്റിലാണ് എനിക്ക് മനസ്സിലായി ടെക്നിക്കൽ നമ്മൾ എങ്ങനെയാണോ ഫോറക്സിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള രീതി പഠിച്ചാൽ തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റും. പിന്നെ നമ്മളും തന്നെ മാർക്കറ്റ് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഒരു സ്ട്രാറ്റജി മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഇപ്പൊ ലാസ്റ്റ് വീക്ക് വരെ ഞാൻ മര്യാദ പ്രോഫിറ്റ് അടിച്ചിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ എടുക്കുന്നത് വെച്ചാല്
കൂടുതൽ, അതായത് ഞാൻ മുന്നൊക്കെ ഞാൻ കൂടുതൽ ട്രേഡ് എടുക്കുമായിരുന്നു. ഇപ്പൊ അത് ചെയ്യില്ല. ഓക്കെ. എനിക്കൊരു ടൈം ഉണ്ട്, ആ ടൈമിലേ ട്രേഡ് എടുക്കുള്ളൂ. ആ ടൈമിൽ നമ്മൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പ്രോഫിറ്റ് 100-200 ആയി കഴിഞ്ഞാൽ ഞാനത് കട്ട് ചെയ്യും, ഇറങ്ങും, പിന്നെ ഫിനിഷ്. പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞില്ല. പിന്നെ ജസ്റ്റ് ഞാൻ ചാർട്ട് നോക്കും എവിടേക്ക് മാർക്കറ്റ് പോയി വരുന്നുണ്ട് എന്നുള്ളത്. അത് ഞാൻ എപ്പോഴും, ഞാൻ ട്രേഡ് കിട്ടിയില്ലെങ്കിലും എപ്പോഴും ഓപ്പൺ ചെയ്തിട്ട് നോക്കും എവിടെ എത്തി, എവിടെ പോകുന്നുണ്ട്, എവിടെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത്. അനുസരിച്ച് ആകുമ്പോൾ നമുക്ക് നല്ല, അതായത് നല്ല ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഏത് ഡൗൺ അടിച്ചിട്ടുണ്ട് ആ ഡൗണിൽ ഞാൻ ഇത്, അതായത് ബൈ ലിമിറ്റ് സെറ്റ് ചെയ്ത് വെക്കും. അതെ. അങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് വെക്കലുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല ഡൗൺ കഴിഞ്ഞാൽ ബൈ ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റും സെറ്റ് ചെയ്തിട്ട് ഇടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടൈമിൽ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് എനിക്ക് മാർക്കറ്റ് അവിടെ ഇറങ്ങി മുകളിൽ പ്രോഫിറ്റ് അടിച്ചിട്ട് കയറി പോയി. അങ്ങനൊക്കെ ചെയ്യലുണ്ട്. Great. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് വരുന്ന, അതായത് മാർക്കറ്റ് എപ്പോഴും വാച്ച് ചെയ്ത് എവിടുന്ന് വന്ന് എവിടെ ഇറങ്ങി ഏതുവരെ പോയി എന്നുള്ളത് മാർക്കറ്റ് നമ്മൾ എപ്പോഴും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് തന്നെ പ്രോഫിറ്റ്, നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അതായത് എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ ആദ്യം ടെൻഷൻ ആയിരുന്നു. ഒരു ടൈമിൽ $1,000 എനിക്ക് മിസ്സായി പോയത്, അടിച്ചു പോയത്. ആ ടൈമിലൊക്കെ ഞാൻ എടുത്ത ടെൻഷൻ, അതായത് എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് ട്രേഡ് കട്ട് ചെയ്തത്. എനിക്ക് അതിൽ ഞാൻ ബൾക്ക് എമൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ട്രേഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ആ ടൈമിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് ക്രെഡിറ്റ് കാർഡ് എന്നാണ് നമ്മൾ പൈസ ഇത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ടാകുമ്പോൾ അന്ന് ഞാൻ മര്യാദ എമൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ആ ടൈമിൽ തന്നെ എനിക്ക് ടെൻഷൻ, രാവിലെ മോർണിംഗിൽ നല്ല ഹൈപ്പിലൊക്കെ കയറി പോയിട്ട് എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ക്യാഷ് പിന്നെ ഉണ്ടാക്കാന്നുള്ള ആ രീതി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് ഇറങ്ങി പോകുന്നത് അന്ന്. പിന്നെ അതിന്റെ ശേഷം നമ്മൾ ക്ലാസ് തുടങ്ങി, പിന്നെ മൈൻഡ് സെറ്റ് ഒക്കെ ക്ലിയർ ആയി. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒറ്റ വേർഡിലാണ് എനിക്ക് കണക്ട് ആയത്. ഇവിടെ മര്യാദക്ക് നിന്നിട്ട് ബിഹേവ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഔട്ട്. അത് അത്രേ ഉള്ളൂ. അത് നമ്മൾ ഏതൊരു കാര്യത്തിൽ, നമ്മളിപ്പോ ഏത് ജോബ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യത്തിലാണ് നമ്മൾ നല്ലപോലെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ ഫോറക്സും ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടൈം കിട്ടും. നമ്മൾ തന്നെ മാർക്കറ്റിൽ ഏത് ടൈമിലാണ് ഇറങ്ങി വരുന്നത് എന്നുള്ള ആ ടൈമിൽ കയറുക. ആ ടൈമിൽ ഞാൻ എന്നും എണീക്കലുണ്ട്. ആ ടൈമിൽ ട്രേഡ് ഇടും. ഏകദേശം ട്രേഡിന്റെ ഉള്ളിൽ എന്റെ പ്രോഫിറ്റ് എടുത്തിട്ട് ഞാൻ റിട്ടേൺ ഇറങ്ങും. പിന്നെ മാർക്കറ്റ് വാച്ച് ചെയ്യും, ഏതൊരു ടൈം വാച്ച് ചെയ്യും. ഏതൊക്കെ ഈവൻ അതായത് US ടൈമിലാണെങ്കിലും എല്ലാ ടൈമിലും. അപ്പൊ അവിടുത്തെ 11:30 മാർക്കറ്റ് ഓപ്പൺ ആവുണ്ടല്ലോ, 10:30 11:30 ആ ടൈമിൽ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞാല് എവിടുന്നാണ് വരുന്നത്, ഏതുവരെ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ വൈകുന്നേരം 4:30 5:30 ടൈമിൽ ഏതുവരെ ഇറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് അതിനനുസരിച്ച് ട്രേഡ് ഇട്ടിട്ട് പോകുന്നത്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുത്തില്ല അല്ലേ? നഷ്ടങ്ങൾ തിരിച്ചെടുത്ത് അൽഹംദുലില്ലാ ഏകദേശം $5,000 ക്യാപിറ്റൽ. അതെ. എനിക്ക് നഷ്ടങ്ങൾ മൊത്തം എനിക്ക് തിരിച്ചു കിട്ടി. ഏകദേശം $5,000 എനിക്ക് നഷ്ടം ഉണ്ടായിരുന്നു, അതൊക്കെ തിരിച്ചു കിട്ടി. അത് ഞാനൊരു $5,000 ഞാൻ പ്രോഫിറ്റ് ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് ഒരു ടെൻഷൻ അതായത് ടെൻഷനും ഇല്ല. ഞാൻ 1-2 ട്രേഡ് ഇടുള്ളൂ. ഞാൻ അതിൽ കൂടുതൽ ട്രേഡ് ഇട്ടില്ല. പിന്നെ അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അതായത് ഞാൻ ഏകദേശം മാർക്കറ്റ് എത്ര ഡൗൺ വരുന്നുണ്ട് ആദ്യം, ആ ഡൗൺ കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ ട്രേഡ് ഇടുള്ളൂ. പിന്നെ അതായത് ഇപ്പൊ ഞാൻ വെക്കേഷൻ ടൈം ആണല്ലോ, അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ ഏതുവരെ ഡൗൺ ഇറങ്ങി നോക്കുക. അത് ഇപ്പൊ ഞാൻ ടൈമിലാവുമ്പോ എനിക്കൊരു ടൈം ഉണ്ട്, ആ മാത്രം ട്രേഡ് എടുത്തു. ഇപ്പൊ ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ടൈം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഏതുവരെ രാവിലത്തെ ടൈം ഇപ്പൊ പോയി, പിന്നെ ഏതുവരെ മാർക്കറ്റ് ഇറങ്ങി വരുന്ന ആദ്യം നോക്കിയിരിക്കും. അതിന്റെ ശേഷം അപ്പൊ ട്രേഡ് തന്നെ വരും. ബൈ ആണെങ്കിൽ ബൈ ഇട്ട് കൊടുത്തിട്ട് അത് എവിടെ, അപ്പൊ അതിനനുസരിച്ച് പ്രോഫിറ്റും സെറ്റ് ചെയ്ത് വെക്കും ഞാൻ. അങ്ങനെ ഇപ്പൊ ചെയ്യുന്നു. ഭായി ഒരു 1000-ന്റെ ഡെമോ ആക്കിയിട്ട് വെറുതെ അതായത് ഒരു ദിവസം 1% എടുക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്ന് വെറുതെ ഒന്ന് ഡെമോയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് അത് നമ്മളെ ലോങ് ടേം പ്രോസസ് ആണ്. ഞാൻ അന്ന് എപ്പോഴും പറയാറുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോ പോയി ലൈവിലല്ല, ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളെ ക്യാപിറ്റലൊക്കെ എടുത്തതിന് ശേഷം നമ്മളെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആദ്യം പൈസ ഉണ്ടാക്കുന്നു, പിന്നെ നമ്മൾ വെൽത്ത് ഉണ്ടാക്കണം, അതായത് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോ സെക്കൻഡ് ഫേസ് ആണ്. നമ്മൾ ആദ്യം നമ്മൾ ക്യാപിറ്റലൊക്കെ തിരിച്ചെടുത്തതിന് ശേഷം ഒരു 1% എടുക്കുന്ന ഒരു സാധനത്തിലോട്ടേക്ക് നമ്മൾ എത്തുക. പിന്നെ അത് നമുക്ക് അത് ഫ്യൂച്ചറായിട്ട് നമ്മളൊരു ഒരു കോമ്പൗണ്ടിങ് എഫക്ട് പോലെ നമ്മളിങ്ങനെ നമ്മളെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുത്താണ്. പിന്നെ ഒരു പുതിയ ഡെമോ മെന്റേഴ്സിനോട് പറഞ്ഞെടുത്തിട്ട് എന്താക്കാം, അതില് $10
പിന്നെ രണ്ടാമത്തെ ദിവസം $10 10 പൈസയും. അതായത് എന്നും ക്യാപിറ്റൽ 1% എടുക്കാൻ പറ്റുന്ന ഒരു സാധനം. അതായത് ഏതെങ്കിലും ടൈം കണ്ടെത്താം. നമ്മളതിൽ വർക്ക് ഓൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം നമ്മളെ കയ്യിൽ വന്ന് പെടും. ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ അതിൽ നോക്കാം. ഓക്കെ ഡൺ. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്ക്. യെസ്, ഞാൻ എപ്പോഴും പിന്നെ ഓക്കെ ശരി. ഓക്കെ, ഗുഡ്, താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇനിയും ഓക്കെ മുന്നോട്ടേക്കോട്ടെ. താങ്ക് യു. കുറച്ച് കാര്യങ്ങളും കൂടി കോമൺ ആയിട്ട് എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാറുണ്ടല്ലോ, അതായത് $1000 ഇത് എപ്പോഴും ആദ്യം തന്നെ കയറിയിട്ട് $1000 പിന്നെ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിങ് എഫക്ട് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാനല്ല. എന്റെ സ്ക്രീൻ കാണാലോ, $1000 ഉണ്ട്, 1000 ദിവസം, അതായത് 3 വർഷം നമ്മളെ മുന്നിലുണ്ടെങ്കിൽ 1% എടുക്കാൻ പറ്റുന്ന മെത്തഡ്. $1000 ഉണ്ട്. ഇതിപ്പോ നമ്മൾ തുടക്കത്തിലേ കയറിയിട്ട് 1000 ഇറങ്ങിയിട്ട് $10 അത് നമുക്ക് ഒരിക്കലും പറ്റൂല. കാരണം 10 നിർത്താൻ പറ്റൂല എന്നുള്ള ഇതാണ്. കാരണം നമ്മളെ സ്വപ്നങ്ങളും നമ്മളെ ഇതൊക്കെ ഇതാണ്. പരമാവധി 3000 5000 ലൈവിൽ ഇറങ്ങിയിട്ട് 0.01 ഒക്കെ ലോട്ട് സൈസ് എടുത്തിട്ട് എന്താവാം, നമ്മൾ ഒരു ദിവസം $30-40 ഒക്കെ എടുത്തിട്ട് ആദ്യത്തെ $200 വിഡ്രോവൽ ഒക്കെ എടുത്തിട്ട് തന്നെ നമ്മൾ മുന്നോട്ട്. എന്നിട്ട് സെക്കൻഡ് ഫേസ്, അതായത് നമ്മളെ ക്യാപിറ്റൽ മൊത്തം തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പോകേണ്ട ഒരു പ്ലാനാണ്. പിന്നെ എന്താണ്, പിന്നെ ഈ ഒരു $1000 നമ്മൾ വേണമെങ്കിൽ ഇപ്പൊ അതായത് പിന്നെ ആദ്യം തന്നെ കയറി നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താ ഉണ്ടാവില്ല. ഇതെന്തായാലും നമുക്ക് ഒരു ടൈം നമ്മൾ ഇത് നമ്മളെ പൊട്ടിപ്പോവാ. ദാറ്റ് മീൻസ് ഒരു 30 സെക്കൻഡ് നമ്മൾ പോകുമ്പോൾ ഒരു ദിവസം ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി പോകും. കാരണം ഇത് നമ്മളെ ട്രേഡിംഗിൽ അപ്പുറം ഒന്ന് നടക്കുമ്പോൾ പാരലായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. സിമ്പിൾ. ആയത് ആദ്യത്തെ ദിവസം $10 ആണ് നമ്മൾ പ്രോഫിറ്റ്, രണ്ടാമത്തെ ദിവസം $10 10 പൈസയും, മൂന്നാമത്തെ ദിവസം $10 20 പൈസയും. എന്നും നമ്മൾ 1000 ഉള്ള അതേ ശതമാനം തന്നെയാണ് എന്താവുന്നത് നമ്മൾ 999 ദിവസം നമ്മൾ എടുക്കുന്നത്. അന്ന് 1000 1% എടുത്ത പോലെ പിന്നെ 3 വർഷം അല്ലെങ്കിൽ 999 ദിവസം നമ്മൾ എടുക്കുന്നത് അന്നത്തെ ക്യാപിറ്റലിന് 1%. ആ എമൗണ്ട് വിൽ ബി $2,51,639 ദാറ്റ് മീൻസ് 190 കോടിക്ക് മുകളിൽ. ഓക്കെ, ഇപ്പൊ നിങ്ങളൊക്കെ ഫീസ് അടച്ച് ഇവിടെ കംപ്ലീറ്റ് ആയി പോയവരാ. നിങ്ങളോട് വിളിച്ചിട്ട് ഇപ്പോഴും ഇത് പറയുന്നത് പിന്നെ വീണ്ടും പിന്നെ നിങ്ങളെ എന്താണ് പിന്നെ ഒരു പ്യോർ ഇന്റൻഷനോട് കൂടിയിട്ട് നിങ്ങൾ ഇത്തരം മേഖലകളിലോട്ടൊക്കെ അല്ലെങ്കിൽ ഒരു പുതിയ സിസ്റ്റത്തിലോട്ടൊക്കെ എത്തണം. ഇപ്പൊ പലരും പറയാറുണ്ട്, തുടക്കത്തിൽ ഞാൻ ഇത് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഭയങ്കര ട്രേഡിനെ ഭയങ്കര സംഭവിച്ചിട്ട് കോഴ്സിലേക്ക് ആളെ കിട്ടുക എന്നൊക്കെ ഉള്ളത് സെക്കൻഡാണ്. അത് ആവശ്യക്കാർ വന്നോളും. അത് ആത്മാർത്ഥമായിട്ടുള്ളവര് പിന്നെ ജെന്യൂൻ ആയിട്ടുള്ളവര് പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയി അതിൽ പലരും എനിക്ക് പിന്നെ 50 to 51 50 to 53 ബാച്ചുകാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വാസ് ഗ്രേറ്റ്. ഇപ്പൊ ഒരുപാട് പേര് നിങ്ങളുടെ സിബ്ലിങ്സിനെയും പിന്നെ അതുപോലെ തന്നെ പിന്നെ കോ വർക്കേഴ്സിനെയും ഒക്കെ പിന്നെ പുതിയ ബാച്ചിലോട്ട് നമുക്കധികം ആഡ് ഒന്നും നമ്മൾ കൊടുക്കല് വളരെ കുറവാണ്. പലരും നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങൾ അനുഭവിച്ചിട്ട് വരുമ്പോൾ, കാരണം നമ്മളോട് ചെയ്യേണ്ട ആകെയുള്ളൊരു കമ്മിറ്റ്മെന്റ് എന്ന് പറയണില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേവർ. കാരണം നമ്മൾ ഒരുപാട് മെന്റേഴ്സ്, കാരണം പ്യോർ ആയിട്ട് ആരും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു പിന്നെ 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 22 സെഷൻ ആയിട്ടുള്ള ഈ സെഗ്മെന്റുകൾ കൊടുക്കുന്നത്. അപ്പൊ അതും പലർക്കും പറ്റില്ല. 3 ദിവസം ക്ലാസ് ഒക്കെ കേട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ്, അതായത് ആരും എന്താവരുത്, സ്കാമിൽ പോയി പെട്ടുപോകരുത്. പഠിക്കുകയാണെങ്കിൽ പ്രോപ്പറായി പഠിക്കണം. അതുപോലെ തന്നെ എവിടെയും കൊണ്ടുപോയിട്ട് ബിഫോർ പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 3 ഇന്റൻഷനോട് കൂടിയാണ് എന്താകുന്നത് നമ്മളെ മൈൻഡ്ഫുൾ ട്രേഡിംഗ് കോഴ്സ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട്. അപ്പൊ എനിക്കറിയാം ഇപ്പൊ ഇർഷാദ് ഭായി പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ പിന്നെ 10,000 $15,000 കോഴ്സുകൾ സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് ഒരിക്കലും വർക്കൗട്ട് ആവാത്ത സാധനങ്ങൾ നമുക്കൊരു ചെറിയ ടെമ്പററി സുഖം കിട്ടും. എന്താണ്, ഞാൻ ഇവിടുന്ന് ബൈ എടുത്തപ്പോ ഇവിടുന്ന് ഇവിടെ വരെ പോയി, അതൊന്നും വർക്കൗട്ട് ആവണമെന്നില്ല. കാരണം മാർക്കറ്റ് ഈസ് എ പ്രോബബിലിറ്റി. പിന്നെ പലരും എന്നോട് തർക്കിക്കാറുണ്ട്, നിങ്ങൾ പിന്നെന്താണ് പിന്നെ നമ്മളെ പിന്നെ നിങ്ങൾ പറഞ്ഞ ടെക്നിക്കലൊന്നും വർക്കൗട്ട്, ഞാൻ എപ്പോഴും പറയാം ടെക്നിക്കൽ വർക്കൗട്ട് ആവില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് വർക്കൗട്ട് ആവാനുള്ള സാധ്യത എന്താണ് പിന്നെ 10 to 20 to 30% മാത്രമാണ് അതിന്റെ ഉള്ളില്. പക്ഷെ നമ്മൾ എന്തായിരുന്നു നന്ന ടെക്നിക്കലി ഫിറ്റ് ഇല്ലാത്തവരാവരുത്. നമ്മൾ ടെക്നിക്കൽ അനലിസ്റ്റ് പിന്നെ ആയി പോവരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ഫേസ് ആണ് ഇഫ് യു ഹാവ് നമ്മൾ ക്യാപിറ്റൽ നമ്മൾ കംപ്ലീറ്റ് എടുത്തതിന് ശേഷം നമ്മൾ പോകേണ്ട രണ്ടാമത്തെ ഫേസ് ആണ് എന്ത്, നമ്മളൊരു $1,000 അത് പിന്നെ ഡെമോയിൽ ചെയ്തിട്ട് ഇപ്പൊ നാളെ തന്നെ കയറി 1000 ചെയ്ത് നോക്കാന്നുള്ളതല്ല. ഇതിൽ ഞാനൊരു മെത്തേഡ് കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മളിപ്പോ എന്താക്കാം, അതായത് മെന്റേഴ്സ് ഇല്ല ഇവിടെ, മ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ അതിൽ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പിന്നെ 1:2 റേഷ്യോ ഒക്കെ വെച്ചിട്ട് എന്നും നമ്മൾ എന്ത് ചെയ്യാം പിന്നെ ഒരു പിന്നെ $5 ലോസും $10 പിന്നെ പ്രോഫിറ്റും കിട്ടുന്ന ഒരു സിസ്റ്റം നമ്മൾ വെറുതെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അത് പിന്നെ നമ്മൾ പ്രോബബിലിറ്റി തിയറി പ്രകാരം, അതായത് നമ്മൾ എന്നും ഒരു പിന്നെ മണി മാനേജ്മെന്റ് കീപ്പ് ചെയ്ത് പോവാണെങ്കിൽ 1:2 റേഷ്യോ എടുത്താൽ തന്നെ ചിലപ്പോൾ നമ്മൾ 0.01 2
ആദ്യത്തെ ട്രേഡ് പിന്നെ $5 ലോസും $10 പ്രോഫിറ്റും ആയിട്ട് നമ്മൾ 100 അല്ലെങ്കിൽ ഒരു 200 ട്രേഡ് കഴിയുമ്പോൾ നമ്മൾ ക്യാപിറ്റലിന് മുകളിലേ നമ്മൾ ഫണ്ട് ഉണ്ടാവുള്ളൂ. അതായത് ഒരു ടെക്നിക്കലും നമ്മൾ നോക്കിയിട്ടില്ല, ജസ്റ്റ് ട്രേഡ്, അതായത് ഒരു ചാർട്ട് വെറുതെ ഒന്ന് നോക്കുന്നത് മാത്രമല്ലാതെ നമ്മൾ ഒരു പിന്നെ ടെക്നിക്കൽ ഫീൽഡിലോട്ടേക്കും നമ്മൾ പോകാതെ ജസ്റ്റ് നമ്മൾ വി ജസ്റ്റ് ഒബേ ദ പിന്നെ നമ്മളൊരു പിന്നെ റേഷ്യോ പ്രകാരം മാത്രം പോവാണെങ്കിൽ അത് പ്രോബബിലിറ്റി തിയറി ആണത്, എന്റെ തിയറി അല്ല. കാരണം അത് പറയണത് പിന്നെ അല്ലെങ്കിൽ 100 or 200 ട്രേഡ്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മളെ ക്യാപിറ്റലിന്റെ മുകളിലെ ഫണ്ട് ഉണ്ടാവും. ദാറ്റ് വിൽ ബി പിന്നെ ചിലപ്പോൾ അത് 10-20% ഒക്കെ ആയേക്കാം. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ എന്താക്കാം, അത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ലൈവിൽ ഇറങ്ങുന്നവരൊക്കെ സെക്കൻഡ് ഫേസിൽ നമ്മൾ അത് ചെയ്തു നോക്കേണ്ട രീതിയാണ്. നമ്മൾ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു കന്നി മൈൻഡ് സെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായാൽ പോരാ. നമ്മൾ അത്യാവശ്യം അതായത് പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ജോബ് എന്തോ ആയിക്കൊള്ളട്ടെ, ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം, പിന്നെ മാന്യമായിട്ട് ഇവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അത് അതിനെന്ത് വേണം, നല്ല മൈൻഡ് സെറ്റ് വേണം. ഇപ്പൊ ഇഫ് യു ഹാവ് മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താകാൻ പറ്റില്ല, ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ തുടക്കത്തിൽ നിങ്ങൾ ഡ്രീം ഒക്കെ വെപ്പിക്കുമ്പോൾ പലരും അത് പിന്നെ എന്താ പറയില്ല, വളരെ സീരിയസ് ആയിട്ടൊന്നും എടുക്കാറ്. നമ്മൾ ഒന്നും കൂടി സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3 വർഷം കൊണ്ട് നടന്ന 30 ഡ്രീംസ് ഒന്നും കൂടി എഴുതുക, അതിലോട്ടേക്ക് പിന്നെ ആ ഡ്രീംസ് എഴുതിയിട്ട് ആ ഡ്രീമിലേക്ക് എത്താനുള്ള പാത്ത് ഒന്ന് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ എന്റെ കയ്യിൽ $1000 ഉള്ളൂ, അല്ലെങ്കിൽ $2000 ഉള്ളൂ, $3000 ഉള്ളൂ, അതിൽ ഞാൻ എന്താക്കുന്നു, പിന്നെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ, കാരണം പിന്നെ സാലറി കൂടുക എന്നൊക്കെ ഉള്ളതും ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് പോയി എടുക്കാന്നൊക്കെ ഉള്ളത് സെക്കൻഡറി, ചിലപ്പോൾ അത് പറ്റിക്കോളണമെന്നില്ല. ഓക്കെ, സാലറി കൂടണമെങ്കിൽ മുതലാളി വിചാരിക്കണം, രാജ്യം വിചാരിക്കണം, സംഗതികളൊക്കെ വിചാരിക്കണം. ഓക്കെ, പിന്നെ നമ്മളെ കയ്യിലുള്ള ഒരു മണി മേക്കിംഗ് സ്കില്ല്, ഇതിനെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലോട്ടേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഓക്കെ, ആ പ്രോപ്പർ ആയിട്ട് എത്തുമ്പോൾ പലരും എന്താവുന്നുണ്ട്, മൈൻഡ് സെറ്റ് ഇല്ലാത്തത് കൊണ്ട് പോകാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെ സപ്പോർട്ട് മാത്രം പോരാ, ഒരു ദൈവത്തിന്റെ സപ്പോർട്ട് കൂടി വാങ്ങിയെടുക്കാൻ പരമാവധി ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രേഡിലോട്ടേക്ക് ഇറങ്ങുമ്പോൾ അതായത് എന്താവരുത്, നമ്മളെ ഇന്റൻഷൻ വാസ് ഞാൻ സക്സസ് ആകുമ്പോൾ എന്റെ ഫാമിലി, എന്റെ കുടുംബം, എന്റെ നാട്ടുകാർ, പാവപ്പെട്ടവർക്കൊക്കെ ഒരു വിഹിതം നമ്മളെ പ്രോഫിറ്റ് നിന്ന് മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ട്രേഡിംഗ് സിസ്റ്റത്തിലോട്ടേക്ക് അല്ലെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യത എന്തുണ്ടാവും. അത് നമുക്കറിയാം, നല്ലത് ചെയ്താൽ നല്ലത് വരും എന്നുള്ളത് എല്ലാ ഗ്രന്ഥങ്ങളും, ഞാനിപ്പോ റൂളൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാ. നിങ്ങൾ എന്താവാം, ട്രേഡിൽ വന്നിട്ട് പിന്നെ നമ്മളെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ഓക്കെയാണ്. പക്ഷെ എന്തുണ്ടായിരിക്കണം, ഞാൻ ഈ സ്കില്ല് പഠിച്ച് ഞാൻ സക്സസ് ആകുമ്പോൾ എന്നെപ്പുറം എന്തുണ്ടാവും, എന്റെ പിന്നെ നാട്ടിലുള്ള എന്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്കും കൂടി ബെനിഫിറ്റ് ഉണ്ടാവണം. ഓക്കെ, ആ ബെനിഫിറ്റ് പിന്നെ അത് മോണിറ്ററി ബെനിഫിറ്റ് തന്നെ വേണം. കാരണം പൈസ തന്നെ വേറെ എല്ലായിടത്തും എന്താണ്, പൈസ തന്നെയാണ് മുൻതൂക്കം കൊടുക്കുക. അവിടെ നമുക്ക് പിന്നെ ആ ഒരു ഇന്റൻഷനോട് കൂടി നമ്മൾ മാർക്കറ്റിലോട്ടേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഫെയിലാക്കാതിരിക്കാൻ എന്ത് വരും, നമുക്ക് പടച്ചോന്റെ ദൈവത്തിന്റെ സപ്പോർട്ട് എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം പിന്നെ അത് നിങ്ങളത് പിന്നെ പരീക്ഷിച്ചവർക്കൊക്കെ പിന്നെ അത് മനസ്സിലായ സംഗതികളൊക്കെയാണ്. നമ്മളെ ഇന്റൻഷൻ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പം പിന്നെ പലരും പിന്നെ എല്ലാവർക്കും പ്രോഫിറ്റ് ആക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഓക്കെ, അതിന്റെ അപ്പുറത്തോട്ടേക്ക് പിന്നെ ഞാൻ സക്സസ് ആവുന്നത്, ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത് ഏറ്റവും വലിയ പൈസക്കാരാണ്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം കിട്ടിയിട്ട് പിന്നെ കൊടുക്കാന്നുള്ളതല്ല. ചാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് ഓൺലി പിന്നെ എന്താണ്, പിന്നെ നമ്മള് ലക്ഷങ്ങൾ ചാരിറ്റി ചെയ്യാന്നുള്ള, നമ്മളൊരു 20,000 ദിർഹംസ് റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ഇട്ടാൽ ഒരു 500-1000 എന്താക്കാം, നമുക്ക് ദൈവം തന്ന കുറെ കഴിവിൽ നിന്ന് കിട്ടുമ്പോൾ അതിന്റെ ഒരു അംശം നമ്മൾ മാറ്റി വെക്കുമ്പോൾ ഉറപ്പായിട്ടും അതിലെന്തുണ്ടാവും. ഇപ്പൊ നമ്മള് പിന്നെ ഈ ഓരോ രാജ്യങ്ങളുടെ പോളിസിയിൽ പോലും വന്നിട്ട് അവരുടെ ഒരു അംശം ഒരു സെഗ്മെന്റിന് വേണ്ടി ആ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ദൈവികമായിട്ട് സ്പിരിച്വൽ ആയിട്ടൊക്കെ ഉള്ള ഒരുപാട് കോൺസെപ്റ്റുകളാണ്. ഞാൻ അത് വിശാലമായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. കാരണം ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് പിന്നെ മറ്റൊരാളുടെ സക്സസ് അത് സംഗതികളും കാര്യങ്ങളും, അതായത് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് വേണം, നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റണം. സോ ഞാൻ എന്താക്കുകയാണ്, ഇപ്പൊ പിന്നെ ഇതിന്റെ ഒരു ഡെപ്ത് വേർഷനിലോട്ടേക്കുള്ള ഒരു സാധനം പിന്നെ നമ്മളിങ്ങനെ പലർക്കും എന്തായിട്ടില്ല, അത് ഡ്രീമിനെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാനുള്ള കുറെ സ്റ്റക്നെസ് ഉണ്ടാവാറ്. ചിലപ്പോൾ നമ്മൾ ചെറിയ ജോബായിരിക്കും, പക്ഷെ നമുക്ക് സ്വപ്നം കാണുന്ന യാതൊരു മടിയും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു അതിന്റെ വർക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാന് പിന്നെ പലപ്പോഴും പലരും മൈൻഡ് സെറ്റ് പ്രകാരം ഡൗൺ ആയി പോകുന്ന ഒരു സിസ്റ്റം ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡ്രീം ടു റിയാലിറ്റി എന്ന് പറഞ്ഞ ഒരു 21 ഡേയ്സിന്റെ ഒരു സെഗ്മെന്റ് നമ്മളിങ്ങനെ പ്ലാനിങ്ങിലുണ്ട്. അത് വളരെ റയറായിട്ട് ആവശ്യക്കാർക്ക് മാത്രം, അത്യാവശ്യം ഫീസും ഉണ്ട്. അത് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങളെ ഡ്രീം അച്ചീവ് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തമായിരിക്കണം. അത് പ്രാപ്തമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് അത്യാവശ്യം പിന്നെ പെയ്ഡൊക്കെ ആക്കിയിട്ട് ചെയ്യുള്ളൂ. കാരണം അത് തോന്നിയ പോലെ എല്ലാവർക്കും കയറി ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ലൈഫിനെ ആത്മാർത്ഥമായിട്ട് കണ്ടിട്ട് ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടവർക്ക് ഉള്ളൊരു അത് 21 ഡേയ്സ് നമ്മളെ പഴയ സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് പുതിയ സ്ക്രിപ്റ്റ് നമ്മൾ പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ നോട്ട് ഓൺലി പിന്നെ എന്താണ്
പിന്നെ ഒരു എഫക്സ് ട്രെയിനർ മാത്രമല്ല, നമുക്കൊരു മൈൻഡിനും കൂടി എന്തുണ്ടായിരിക്കണം. അതായത് പിന്നെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കണം. ഞാൻ ഒരിക്കലും നിങ്ങളെ അത് പിന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. നിങ്ങൾക്ക് അത് കാരണം നമുക്ക് ട്രേഡിംഗ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഒരു വെൽത്ത് സാധനം നമ്മളെ കയ്യിലില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല. ഡ്രീമിലോട്ടൊക്കെ എത്താനുള്ള പാത്ത് പലർക്കും പിന്നെ പറ്റിക്കോ. ഇപ്പൊ നമ്മള് സച്ചിനാണെങ്കിലും യൂസുഫ് അലിക്കാണെങ്കിലും പിന്നെ മെസ്സിക്ക് എല്ലാവർക്കും ഒരു കോച്ച് ഉണ്ടാവും. ഓക്കെ, ആ കോച്ച് മേ ബി ചിലപ്പോൾ സച്ചിന്റെ കോച്ച് സച്ചിനേക്കാൾ വലിയ ആളാവണം. ചിലപ്പോൾ നിങ്ങൾ എന്നേക്കാളും പിന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളു. പക്ഷെ മേ ബി എന്തുണ്ടാവും, മേ ബി എനിക്കൊരു മെന്റർ ആവാൻ പറ്റും, കോച്ച് ആവാൻ പറ്റും. ഇപ്പോൾ സച്ചിന്റെ കോച്ച് പിന്നെ സച്ചിനേക്കാൾ ഫെമിലർ ആയിരിക്കും, മെസ്സിയുടെ കോച്ച് മെസ്സിനേക്കാൾ ഫെമിലർ ആയിരിക്കണമെന്നില്ല. മേ ബി എന്തുണ്ടായിരിക്കും, നമുക്ക് റൂട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ അതിന്റെ ഒരു സെഗ്മെന്റുകൾ അത് മേ ബി ചിലപ്പോൾ മെന്റേഴ്സ് ഒക്കെ സ്റ്റാറ്റസുകളിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താവാം, വേണമെങ്കിൽ ഒക്കെ ഒരിക്കലും നിർബന്ധമില്ല, വേണമെങ്കിൽ അത്തരം ഡ്രീമിലോട്ടേക്ക് എത്താൻ, ആ ഡ്രീമിലേക്ക് എത്താനുള്ള പാത്തായിരിക്കണം നമ്മളെ എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് പോകേണ്ടത്. സോ ഞാനിപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ അത് ഒരുപാട് ആക്ടിവിറ്റീസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മൈൻഡിനെ റീഫ്രെയിം ചെയ്ത് നമുക്ക് എവിടെയായത് പിന്നെ ഒരു തവണ നമ്മൾ മെന്റലി സഞ്ചരിച്ചു പോയി കഴിഞ്ഞാൽ അവിടത്തേക്ക് എത്തേണ്ട ഒരു പ്ലാൻ നമുക്ക് എന്ത് വേണം, പിന്നെ മനസ്സിൽ നമുക്കത് കൊടുക്കാൻ പറ്റണം. സോ പിന്നെ നെക്സ്റ്റ് വീക്ക് നമ്മൾ എഫക്സിലോട്ടേക്ക് കടക്കുമ്പോൾ പിന്നെ നമുക്കറിയാലോ, അതായത് പിന്നെ ലാസ്റ്റ് മന്ത് പിന്നെ ചാർട്ടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മന്ത് ചാർട്ട് നമുക്കറിയാലോ, ലാസ്റ്റ് 2-3 മാസമായിട്ട് ഗോൾഡ് ഇങ്ങനെ താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി 2022-2023 എങ്ങനെയൊക്കെ ഗോൾഡ് താഴോട്ടേക്ക് വന്നാലും പിന്നെ ഇത് പിന്നെ എന്തായിരിക്കും, മുകളിലോട്ടേക്ക് പോകാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതലുണ്ട്. പക്ഷെങ്കിൽ നമ്മളിപ്പം അതുകൊണ്ട് സെല്ല് അവിടെ ഹോൾഡ് ആയി പോവാതെ ഇപ്പൊ ബൈ ഒക്കെ മേ ബി ഞാൻ ബൈ ഉള്ളവരോടൊക്കെ പറയാണ്ട് ക്യാപിറ്റൽ കുറച്ച് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ ഗോൾഡ് എന്തായാലും കയറും. കാരണം നമ്മൾ സ്വർണ്ണത്തിന് റേറ്റ് കുറഞ്ഞെന്നുള്ള ചെറിയ വാർത്തകളെ കണ്ടു. പക്ഷെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ സ്വർണ്ണത്തിന്റെ റേറ്റ് കൂടിയത് കാണുന്നുണ്ട്. അങ്ങനെ 90% അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴൊക്കെ താഴെ വന്നിട്ടുണ്ടെങ്കിലും എന്തായിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ഇതിന്റെ ചാർട്ട് നോക്കിയ മുകളിലോട്ടേക്ക് പോയ കഥകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോ പിന്നെ നെക്സ്റ്റ് പിന്നെ ഫോറക്സ് ഫാക്ടറിക്ക് എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് നമ്മൾ ഫണ്ടമെന്റലി കൂടി നമ്മളൊന്ന് ഫിറ്റ് ആവണം. സോ നമുക്ക് കുറെ നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സെറ്റ് ആയിരുന്നു. അപ്പോൾ ഓരോ വീക്കിലും നമ്മൾ ഏതൊക്കെ ഡേയ്സ് ആണ് റെഡ് ന്യൂസ് ഉള്ളത്. ഇപ്പോൾ നമുക്കിത് നോക്കിയാൽ പിന്നെ ഓഗസ്റ്റ് 7 4:30 എന്നുള്ളത് പിന്നെ നമുക്ക് ന്യൂസിനെ 2 തലത്തിൽ എടുക്കാം കേട്ടോ. അതായത് പിന്നെ ക്യാപിറ്റൽ ഡബിൾ ഒക്കെ ആക്കിയവർക്ക് വേണമെങ്കിൽ ന്യൂസിനെ പിന്നെ അവര് എന്നെ പേഴ്സണലി കണക്ട് ചെയ്യാൻ ഞാൻ പല മെത്തേഡുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് സെക്കൻഡ് ഫേസ് നമ്മളെ എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ആദ്യം നമ്മളെ മുതൽ മൊത്തം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ലൈവിൽ ഇറങ്ങിയവർക്കൊക്കെ അറിയാതെ അതെങ്ങനെയാണ് ന്യൂസിനെ നമ്മൾ സെക്കൻഡ് ഫേസിൽ കൊണ്ടുപോകണം. നമ്മളൊരു ന്യൂസിനെ നമുക്ക് പിന്നെ നമ്മളതായ രീതിക്ക് ഒരു ബൈ ലിമിറ്റ് സെൽ ലിമിറ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഏത് സ്ഥലത്തോട്ടേക്കാണ് പോകാൻ സാധ്യത എന്നൊക്കെ പിടിച്ചത് പിന്നെ ലൈവിൽ ഇറങ്ങിയവർക്ക് പിന്നെ ഞാനത് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. അത് കണക്ട് ചെയ്തതിനെ ഞാൻ പറഞ്ഞുതരും. പിന്നെ അത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ കോർ CPI, അപ്പൊ കോർ CPI 12 ഉണ്ട്. അപ്പൊ CPI ന്യൂസുകൾ നമ്മൾ പ്രീവിയസ്ലി നോക്കുമ്പോൾ എപ്പോഴും പിന്നെ അതായത് നമ്മൾ പ്രോബബിലിറ്റി ആണ്, ആ പ്രോബബിലിറ്റി ആ റിസ്ക് നമ്മൾ എടുക്കാനുള്ള രീതിക്ക് നമ്മൾ ഭയങ്കര റിസ്ക് എടുക്കാന്നില്ല. അപ്പൊ CPI ന്യൂസുകൾ എപ്പോഴും എന്തുണ്ടായിട്ടുണ്ട്, പിന്നെ എപ്പോഴും അപ്പിലോട്ടേക്ക് പോയിട്ട് ചിലപ്പോൾ അടുത്ത് വേണമെങ്കിൽ ഡൗണിലോട്ടേക്ക് പോകട്ടെ. പക്ഷെങ്കിൽ മോസ്റ്റ് പ്രോബബിലി CPI ന്യൂസുകൾ എന്തായിട്ടുണ്ട്, അപ്പിലോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അപ്പിലോട്ടേക്ക് പോകുമ്പോൾ ഇനി നാളേക്ക് ഇത് ചെയ്യരുത്, ഞാൻ ചെയ്യാതിരിക്കേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷെ സെക്കൻഡ് നമ്മളിപ്പോ കുറെ പേര് ലൈവിലൊക്കെ ഇറങ്ങി ഡബിളൊക്കെ എടുത്തവരുള്ളതുകൊണ്ട് പറയാണ്. ഇപ്പോൾ CPI ന്യൂസിൽ നമുക്ക് എന്താക്കാം, ഒരു ബൈ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ പെട്ടെന്ന്, കാരണം ന്യൂസ് എന്നുള്ളത് ചിലപ്പോൾ 30 പോയിന്റ് ഒക്കെ മുകളിൽ പോകുമ്പോൾ നമ്മളെ ബൈ സ്റ്റോപ്പ് തട്ടി, ആ ബൈ സ്റ്റോപ്പ് തട്ടുന്നതോട് കൂടി നമ്മൾ അവിടെ SL വെക്കുന്നു, പിന്നെ എൻട്രി പിന്നെ സേഫ് ആക്കി വെക്കുന്നു. ദെൻ അത് എത്ര മുകളിലോട്ടേക്ക് വരെ നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന രീതിയൊക്കെ നമ്മൾ ചെയ്യണം. അത് ഞാൻ കൂലങ്കഷമായി പറയാതെ നിങ്ങളത് നാളെ പോയി ഇംപ്ലിമെന്റ് ചെയ്യും. അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ ക്യാപിറ്റൽ മൊത്തം എടുത്തതിന് ശേഷം നമ്മൾ ന്യൂസിനെയൊക്കെ യൂസ് ചെയ്യുന്നിടത്തേക്ക് നമ്മൾ എത്താൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ അത് നമ്മളെ ക്യാപിറ്റൽ കിട്ടിയതിന് ശേഷം. ഓക്കെ, അതങ്ങനെ കുറെ പേര് നല്ല പിന്നെ പ്രോഫിറ്റ് ഒക്കെ എടുത്തു പോയവരൊക്കെ ഉണ്ട് നെക്സ്റ്റ് വീക്കിൽ. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട 2-3 ടാസ്കുകൾ, ട്രേഡിന് പ്ലാൻ സെറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് മന്ത് ഉള്ള എല്ലാ ന്യൂസുകളും റെഡ് ന്യൂസുകളും നോക്കിയിട്ട് ജസ്റ്റ് നമ്മളെ ഒരു വാട്സപ്പിലോ മറ്റോ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളൊരു ട്രേഡിംഗ് പ്ലാന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം പലർക്കും പിന്നെ സെഷനൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പറയാറുണ്ടായത് നമുക്ക് 22 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഒരു ദിവസം ഒരു 300 പിന്നെ ദിറംസ് ആണ് ആവശ്യമെങ്കിൽ, 300 ദിറംസ് എന്ന് പറയുമ്പോൾ ഓക്കെ 300 ദിറംസ് ഇവിടെ എടുക്കാൻ വേണ്ടി പിന്നെ അത്ര വലിയ പിന്നെ 300 ദിറംസ് എന്ന് പറയുമ്പോൾ അറൗണ്ട് $100 ആണ്. $100 എന്ന് പറഞ്ഞാൽ $90 അത്രേ വരുള്ളൂ, 90 USD ആണെങ്കിൽ. ഓക്കെ, പിന്നെ USD കൂടിപ്പോയല്ലോ. ഓക്കെ, നമുക്കൊരു ദിവസം $100 പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 100 ദിറംസ് 100 AED ആണ് നമ്മള് ഒരു ദിവസത്തെ ടാർഗറ്റ്. 100 AED എന്ന് പറയുമ്പോൾ 30 USD ആണ്. ഓക്കെ, നിങ്ങൾക്ക് 3000
പിന്നെ ഡോളർ ക്യാപിറ്റലില് ഇതിന്റെ 1% എന്ത് പറയണത് $30. ഓക്കെ, ഒരു ബൈ എടുക്കുന്നു നമ്മൾക്ക്. അപ്പൊ 0. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾക്ക് ക്യാപിറ്റൽ 3000 5000 1000 മുകളിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ എന്താക്കാം, ലോട്ടിനെ നമ്മൾ ഏറ്റവും ചെറുതിലോട്ടേക്ക് പിടിക്കാം. ഇപ്പൊ എന്തായി, നമുക്കൊരു ബൈ കുടുങ്ങിപ്പോയാലും 30 പോയിന്റ് താഴെ വന്നാലാണ് എന്താവാ, നമ്മൾ SL അടിയുള്ള 1% ലോസിൽ വരുള്ളൂ. ഈ 3000 ഇറങ്ങിയോണ്ട് 0.03 തന്നെ ചെയ്യണമെന്നില്ല. ഓക്കെ, പലരും രണ്ട് സാർ ഞാൻ 500 ഇറങ്ങട്ടെ, 1000 ഇറങ്ങുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തുണ്ടായിരിക്കും, നമ്മൾ 1% എന്ന് പറഞ്ഞാൽ $10 ഈ $10 എടുത്തതെങ്കിൽ ആദ്യത്തെ ഒരു $30 ലോസ് വരുമ്പോൾ നമ്മൾ എന്തുണ്ടാവും, നമ്മൾ പിന്നെ നെഗറ്റീവ് ആകാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ കുറച്ച് സമയങ്ങൾ, ആദ്യത്തെ 1 വീക്ക് നമ്മൾ എന്താക്കാം, 20, 10, 30 ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് നമ്മളെ ക്യാപിറ്റൽ ഒരു $3000 ഉള്ളത് ഒരു 3300 ഒക്കെ ആക്കി വെക്കാം. ഈ 300 പിന്നെന്തുള്ളത്, നമ്മളെ റിസ്ക് എമൗണ്ട്. ഇതായിരിക്കണം പിന്നെ നമ്മളെ മുതലൊരിക്കലും തൊട്ടിട്ട് നമ്മൾ എന്താവരുത്, ട്രേഡ് ചെയ്യരുത്. ഈ 3000 അവിടെ വെച്ചിട്ട് ഈ 300 ആയിരിക്കും റിസ്ക്. ഓക്കെ, ആ 300 റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും 0.02 ഒക്കെ ഇട്ടിട്ട് ആ 300 നമ്മൾ പിന്നെന്താവുള്ളൂ, നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ പാടുള്ളൂ. സോ അങ്ങനെ നമ്മൾ ട്രേഡിന് നമ്മളതായ പ്ലാനും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ പിന്നെ ഞാനിപ്പോ പലപ്പോഴും പിന്നെ പിന്നെ നമ്മളെ ബാച്ച് ഗ്രൂപ്പുകൾ പിന്നെ ഒരു ടൈം ആകുമ്പം പിന്നെ നമ്മൾ അഡ്മിൻ ഓൺലി ആക്കുന്നത്, പിന്നെ പലരും ചോദിച്ചില്ല എന്താണ് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ട് അങ്ങനെ കുറെ ഗ്രൂപ്പുകൾക്ക് നമ്മൾ വെച്ചു കൊടുത്തപ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫണ്ടൊക്കെ വാങ്ങിയിട്ട് ഭയങ്കര പിന്നെ സിനാരിയോസ് ഉണ്ടായി. നിങ്ങളെ കാര്യം നോക്കിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പോവാം. ഓക്കെ, ഒരാൾ എന്താക്കണ്ട, ഓനോട് ചോദിച്ചിട്ട് നീ ഇന്ന് എത്ര പ്രോഫിറ്റ് എടുത്തു, എനിക്കൊരു എൻട്രി പറഞ്ഞത്, അതൊന്നും വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ലൈവില് പിന്നെ സപ്പോർട്ട് ചെയ്ത് തരാൻ ലൈവ് മെന്റേഴ്സ് ഉണ്ട്. ലൈവ് മെന്റേഴ്സ് പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകും. പിന്നെ അതുപോലെ തന്നെ വീണ്ടും പിന്നെ പ്രീമിയസ്ലി പിന്നെ അടുത്ത ബാച്ചിലൊക്കെ കയറി ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലോട്ടേക്ക് നിങ്ങൾക്ക് ജോയിൻ ആയിട്ട് വരാം. എന്താ പറയുക, പരസ്പരം പിന്നെ നമ്മളെ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ സ്റ്റുഡൻസിനോട് പോയിട്ട് പിന്നെ ഞാൻ നിനക്ക് ട്രേഡ് ചെയ്ത് തരാം, നീ എനിക്ക് ഇത്ര പൈസ തന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം വിഷയങ്ങൾ ഉണ്ടാക്കി. കാരണം പ്രീവിയസ്ലി അങ്ങനെ ഉള്ളത് കൊണ്ടാണ് പിന്നെ എന്തായത്, പിന്നെ സംഭവിച്ചു പോയത്. അപ്പൊ ഞാൻ 50-50 അവസാനം ലോസ് വരുമ്പോൾ എന്തുണ്ടാവും, എന്റെ അടുത്ത് വരും, സാർ പോയി എന്നുള്ളത്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മളെ കാര്യം നോക്കിയിട്ട് പോവാം, പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോവാം. നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങള് പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് സിനാരിയോസ് ഒക്കെ നമുക്കറിയാം. ഞാനിപ്പോഴും പറയുന്നുള്ളത്, നമ്മൾ പിന്നെ ടെക്നിക്കൽ അനലിസ്റ്റ് ഒന്നും നമ്മൾ ഇവിടുന്ന് ആവില്ല. നിങ്ങൾക്ക് വീണ്ടും വർക്കൗട്ട് ആവാത്ത കുറെ ടെക്നിക്കൽ സാധനങ്ങൾ ഇൻഷാ സാർ എടുത്തുതരാൻ റെഡിയാണ്. സാർ പുതിയ ടെക്നിക്കൽ കൊടുക്കണം. ഞാൻ പറയും ഉള്ളത് തന്നെ അവർക്ക് വർക്കൗട്ട് ആവുന്നില്ല സാർ. അല്ല സാർ, പിന്നെ എന്നോട് പറയും ഇനിയും 10-15 മണിക്കൂർ കൊടുക്കേണ്ട സാധനമുണ്ട്. വെറുതെ ഇപ്പൊ ഒരു 500-1000 ദിർഹംസ് ഒക്കെ തന്നിട്ട് വർക്കൗട്ട് ആവാത്ത സാധനങ്ങൾ വേണമെങ്കിൽ എന്താക്കാം, നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ വർക്കൗട്ട് ആവാൻ സാധ്യതയില്ലാത്ത സാധനങ്ങൾ എന്താക്കാം, വീണ്ടും നിങ്ങൾക്ക് അനലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സാറോട് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇൻഡിവിജ്വൽ ആയിട്ടും അതൊക്കെ ആയിട്ടും റെഡിയിലുണ്ട്. അപ്പൊ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് ടെക്നിക്കലി ഇനി അടുത്തെന്താണ്, അടുത്ത തേങ്ങയാണ് ഇത്, ഉള്ളത് തന്നെ ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല, ഇനി വരാൻ പോകുന്ന സാധനങ്ങളും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. ഈ കുറെ അനലിസ്റ്റ് ആയിട്ട് എന്തില്ല, നമ്മളെ കൊണ്ട് കാര്യമില്ല. പലരും പിന്നെ എനിക്ക് അഗെയിൻസ്റ്റ് ഒക്കെ ആയ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, എന്താണ് നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊന്നും വർക്കൗട്ട് ആവുന്നില്ല. വർക്കൗട്ട് ആവൂല എന്ന് തന്നെയല്ലേ ഞാൻ തുടക്കം മുതലേ പറയണത്. പിന്നെ ആവാതിരിക്കേണ്ടിയിട്ട് അത് ആവൂല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, അങ്ങനെ പോകുന്നത്. പക്ഷെ നമുക്ക് എന്ത് വേണം, അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററും നമുക്ക് SNR, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ്, മാർക്കറ്റ് നോക്കിക്കുക. മാർക്കറ്റിലെ സ്കില്ല് എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്ന ടെക്നിക്കൽ പ്ലസ് നമ്മളെ എക്സ്പീരിയൻസ്, പിന്നെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതി, നമ്മളെ ടൈമിംഗ്, ഇതൊക്കെ ഇത് വരുമ്പോഴാണ് നമുക്ക് എന്താവാം, നമുക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത്, അതായത് മൈൻഡിന് ഒരു 30% കൊടുക്കാൻ പറ്റും, നമ്മളെ റിസ്കിന് നമുക്ക് പിന്നെ ഒരു 20% കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളെ മണി മാനേജ്മെന്റിന് നമുക്കൊരു ഒരു 30% കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മളെ പിന്നെ ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽസിന് എന്തുണ്ടായിരിക്കും, നമുക്കൊരു 20% കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ പിന്നെ ഈ ഒരു 20% എത്തേണ്ട സാധനമാണ് നമ്മൾ എന്താക്കേണ്ടത്, പിന്നെ പോകേണ്ടത്. ഇതിലെല്ലാം നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, നമ്മൾ ഇതിൽ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുക. റിസ്ക് മാനേജ്മെന്റിലും മൈൻഡാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇപ്പൊ അഞ്ജല മാമിന്റെ സെഗ്മെന്റുകളൊക്കെ പലരും ഇൻഡിവിജ്വലി പേഴ്സണലി വാങ്ങാറുണ്ട്. കാരണം പിന്നെ ട്രേഡിൽ മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ മൈൻഡിനെ ഒന്നും കൂടി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പലരും പിന്നെ മാമിന് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ഒക്കെ എടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട, പിന്നെ എന്നും അത് അഡീഷണൽ പേയ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കത് സീരിയസ് ആയിട്ട് മൈൻഡ് ഒക്കെ ഒന്ന് റിഫ്രഷ്, കാരണം അത് പിന്നെ സെൽഫ് അനാലിസിസ് ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പൊ അത് നോട്ട് ഓൺലി ട്രേഡിന് മാത്രം ഉപകാരപ്പെടാനില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഏറെക്കുറെ അത്രയൊക്കെയാണ് നമുക്കുള്ളത്. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ പിന്നെ ഇതുപോലെ മന്ത്ലി ഒക്കെ ആയിട്ട് ഇടയ്ക്ക്
പിന്നെ എന്തുണ്ടാവും, നമ്മൾ ഇതുപോലെ ഇരിക്കും. പിന്നെ എപ്പോഴും നമുക്ക് വരുമ്പോൾ നല്ല കഥകൾ പറയാൻ പറ്റണം. ഓക്കെ, നഷ്ടങ്ങളുടെ കഥകളല്ലാതെ നിങ്ങൾ എല്ലാവരും പ്രോഫിറ്റബിൾ ആവണം, സക്സസ് ആവണം. അതിന് പിന്നെ എന്താക്കാം, മൈൻഡിൽ കുറച്ച് പണികൾ കൊടുക്കാം. ഓക്കെ, ഈ മൈൻഡിനെ നിങ്ങൾ എന്താക്കാം, പിന്നെ എവിടെയും കൊണ്ടുപോയി പണയം വെക്കാതെ എവിടെയും കൊണ്ടുപോയിട്ട് പിന്നെ നമ്മളെ ചിലപ്പം പിന്നെ നമ്മളെ ഫ്രണ്ട്സ്, നമ്മൾ കാണുന്ന റീൽസ്, ഇതൊക്കെ മൈൻഡിനെ ബാധിക്കും. നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ ചുറ്റുപാട്, നമ്മളെ റീൽസ്, അതുപോലെ തന്നെ നമ്മളെ ഓരോന്നിനോട് കാണുന്ന ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് ഇതിനെപ്പോഴും ഫ്രഷ് ആക്കി വെക്കുക. അത് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഈ മൈൻഡ് നമ്മോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഏതിപ്പം ട്രേഡിംഗിൽ നിന്നല്ല എല്ലാത്തിലും നമുക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് വീക്ക് എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആട്ടെ. ലൈവിൽ ഇറങ്ങാനുള്ളവരോട് പറയാനുള്ളത്, പിന്നെ അവിടെ പോയിട്ട് നഷ്ടങ്ങളാക്കിയിട്ട് സാർ എന്നോട് വന്ന് സങ്കടം പറയരുത്. പലരും സങ്കടം പറയില്ല, കാരണം ഞാൻ നന്നായിട്ട് പറയും. ലൈവിലാറ്റം പിന്നെ ലോസ് വന്നിട്ട് എന്നോട് വന്നിട്ട് സാർ ഞാൻ ഈ റൂള് മാറ്റിപ്പോയെന്ന് പറയുമ്പോൾ പിന്നെ അവന്റെ അധോഗതിയായിരിക്കും. പിന്നെ കാരണം അത്രക്കും പറഞ്ഞ് റൂളൊക്കെ എഗ്രിമെന്റ് ചെയ്യിപ്പിച്ച് 4 വട്ടം ചോദിക്കും, മോനെ റൂളിന്റെ അപ്പുറം പോവില്ലല്ലോ, ലോട്ട് മാറ്റൂലല്ലോ, ന്യൂസ് ടൈം ചെയ്യൂലല്ലോ, പിന്നെ എല്ലാ സംഘം. എന്നിട്ടും പോയിട്ട് വരുമ്പോൾ പിന്നെ എന്നിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ചാക്കോമാശാവേണ്ടി വരും. ഓക്കെ, ഞാനത് ഫണ്ണി ആയിട്ട് പറഞ്ഞാണ്. ലൈവിൽ ഇറങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ഇനഫ് ക്യാപിറ്റൽ ഇറങ്ങാം, ക്യാപിറ്റൽ നന്നായിട്ട് ചെയ്തിട്ട് ലോട്ട് പരമാവധി കുറക്കാം. ഓക്കെ, അപ്പൊ ലോട്ട് പിന്നെ സ്മോൾ ആക്കുക, ക്യാപിറ്റൽ കൂട്ടുക. ലോട്ട് കുറച്ച്, ഇപ്പൊ നമ്മളിത് $5,000 ഉണ്ട്, നമ്മൾ 0.01 ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ സേഫ് ആണ്. $50 50 പോയിന്റ് താണാലേ നമ്മൾ 1% നമുക്ക് എന്ത് വരുന്നുള്ളൂ, റിസ്ക് വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ അത് പിന്നെ ക്യാപിറ്റൽ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും കോൺഫിഡൻസും കൂടിയായിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ അത്ര ചെറിയ ചെറിയ സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. സോ സിയും നമുക്ക് പിന്നെ വീക്കെൻഡ് അതുപോലെ തന്നെ ട്വൈസ് ഇൻ എ വീക്ക് അല്ലെ മന്ത്ലി ഒക്കെ ഇതുപോലെ ഒന്ന് ഇരിക്കണം. പുതിയ സ്ട്രാറ്റജികൾ, പുതിയ മെത്തേഡുകളൊക്കെ വരുമ്പോൾ പിന്നെ എന്തുണ്ടായിരിക്കാം, പിന്നെ നിങ്ങളെ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മളെ ഇവിടുത്തെ ആരെയും കണക്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സക്സസ് ഉണ്ടാവട്ടെ. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പിന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത മന്ത് എന്നിട്ടായിരിക്കും ഓഗസ്റ്റ് നമ്മളെ മന്താക്കി മാറ്റുക. ട്രേഡ് എല്ലാവർക്കും ഒരേപോലെയാണ്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെയാണ്. സോ കുറെ 50-50 ഉണ്ടൊക്കെ പിന്നെ എന്താണ് പിന്നെ അഡ്മിൻ ഓൺലിയാണ്. അപ്പൊ നിങ്ങളെ ഫീലിംഗ്സും ഫീഡ്ബാക്കും ഗ്രൂപ്പിൽ അറിയിക്കുക. നമ്മൾ റിഫ്രഷിന് വേണ്ടി കൂടിയതാണ്. ഓക്കെ, അപ്പോ പിന്നെ റിഫ്രഷ്മെന്റ് നിങ്ങളെ ഫീലിംഗ്സ് ഗ്രൂപ്പിൽ അറിയിക്കാം. പേഴ്സണലായിട്ട് എനിക്ക് അറിയിക്കാം. സിയോ ബൈ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പിന്നെ ഒരു ഫിസിക്കൽ സിറ്റിംഗ് ഒക്കെ ദുബൈയിലൊക്കെ വേണമെങ്കിൽ ഇപ്പൊ എല്ലാവരും കുറെ പേരൊക്കെ നാട്ടിലൊക്കെയാണ്. നമ്മൾ കുറെ ബാച്ചാർ ഇങ്ങനെ പറയണ്ടേ, ഒന്ന് ഇരിക്കണം കൂടണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ പരമാവധി സമയം കൊടുക്കാതെ എല്ലാവരും പ്രോഫിറ്റ് ആയിട്ട്, കാരണം ഒരു ബാച്ചിൽ 2 പേരൊക്കെ നഷ്ടം വരുമ്പോൾ പിന്നെ സങ്കടമാണ്, പിന്നെ അവരുടെ സങ്കടം കാണണല്ലോ. അപ്പം നിങ്ങൾ എല്ലാവരും ഓഗസ്റ്റ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയി കൊണ്ടുപോകാണ്. സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ എന്താവും നമുക്കൊരു പിന്നെ ഫിസിക്കൽ ഇതൊക്കെ ആക്കിയിട്ട് ഒരു ഇവന്റ് ഒക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോ സക്സസ് നിങ്ങളെ കയ്യിലാണ്, അത് നിങ്ങൾ ആർജിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, see you.